അഗ്നി പോലെ പ്രാവ് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിവുള്ള ദൈവാത്മാവേ, എൻ്റെ ജീവിതത്തിലും ഈ മകളുടെയും മകന്റെയും ജീവിതത്തിലും അങ്ങും ഒഴുകിയെത്തേണമേ, പറന്നെത്തേണമേ, ജീവനായി വീശണമേ. പ്രവാചകൻ കണ്ട ദർശനത്തിലെ അസ്ഥികളുടെ താഴ്വരയിലേക്ക് അങ്ങ് വീശിയപ്പോഴാ അവർക്ക് പുതുജീവൻ ലഭിച്ചതുപോലെ ഞങ്ങളിലേക്കും ജീവനായി ആത്മാവെ കടന്നു വരണമേ. പുതുജീവനായി, സൗഖ്യമായി, സ്നേഹമായി, അഭിഷേകമായി കടന്നു വരണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത മനസ്സിന് ശരീരത്തിനും ആത്മാവിനും സൗഖ്യത്തിന്റെ അനുഭവം ലഭിക്കട്ടെ. നിരാശ നീക്കി പ്രത്യാശയുടെ ആത്മാവ് നിറയട്ടെ. ഭയം നീങ്ങി ധൈര്യത്തിന്റെ ആത്മാവ് നിറയട്ടെ. അടിമത്തം നീങ്ങി സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ് നിറയട്ടെ. ദുഃഖം മാറി ആനന്ദത്തിന്റെ ആത്മാവ് നിറയട്ടെ. അശുദ്ധി നീങ്ങി വിശുദ്ധി നിറയട്ടെ. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക.
എൻ്റെ കാര്യം, ഈ സഹോദരി സഹോദരന്മാർ ഓരോരുത്തരുടെയും കാര്യം പ്രത്യേകം പറയണമേ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഉപ്പിന്റെ രസമുള്ള കണ്ണുനീര് ഒക്കവെള്ളം നിറച്ച അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരിക. അമ്മ പറഞ്ഞാൽ കരുണയുടെ ഈശോ അനുഗ്രഹിക്കും. അവൻ ആശീർവദിച്ചാൽ എല്ലാം വീണ്ടും മാതിരി മറിയതായി തീരും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും നമ്മുടെ നാട്ടുകാരിയായ വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ ചാവറയച്ചാം മാർത്തോമാസ്ലിഹായെയും ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായ വിശുദ്ധരെയും എല്ലാ വിശുദ്ധരുടെയും ചേർന്ന് എല്ലാ സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ക്രിസ്തുവിലേറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, എൻ്റെ പേര് അച്ഛൻ പറഞ്ഞ പോലെ തോമസ്. നല്ല വീട്ടിൽ എനിക്കുണ്ട് കാഞ്ഞിരക്കോണം എന്ന എൻ്റെ വീട് കോട്ടയം മെഡിക്കോളിൻ്റെ അടുത്ത് ആർപ്പൂക്കരയിലാണ്. ഞാൻ 15 വർഷമായിട്ട് പറഞ്ഞു ഞാൻ അസിസി ധ്യാനേന്ദ്രത്തിലായിരുന്നു. ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് മൂവാറ്റുപുഴയിൽ സെമിനാറിലാണ് നോവൽഷിപ്പ് ദിവസം. നമ്മുടെ സീറോ മലബാർ കുർബാനയ്ക്ക് ലേഖനം വായിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ എന്ന്. എങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? കാരുണ്യം അവിടുത്തെ തനി സ്വഭാവമാണ്. ദൈവത്തിന്റെ തനി സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് നമുക്ക് ഭയമായിരിക്കില്ല, സ്വാതന്ത്ര്യവും സ്നേഹവും നമുക്ക് തോന്നും. ഒരമ്മ തൻ്റെ പ്ലസ് 2 പഠിക്കുന്ന മകനെ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് വന്ന് അവൻ്റെ പ്രശ്നം അവൻ അപ്പനോട് ഭയങ്കര വെറുപ്പാണ്. എൻ്റെ സൈഡിൽ വന്നുകൊണ്ട് ഒരു മൊബൈൽ പിടിച്ചിട്ട് ഐ ഹേറ്റ് മൈ പപ്പ അതൊന്നും സുഹൃദേവൻ ചെല്ലുന്ന പോലെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ഇരിക്കുക. പപ്പയോട് ഭയങ്കര ദേഷ്യം ആണ് എന്ന്. അതിന്റെ കാര്യം അമ്മ എന്നോട് പറഞ്ഞ്, അച്ഛൻ ഇവന് അവൻ്റെ അപ്പൻ്റെ തനി സ്വഭാവം അറിയാൻ മേലാഞ്ഞിട്ടാണ് ഇവൻ അവൻ്റെ പപ്പയെ വെറുക്കുന്നത്. കാരണം എത്രയേ ഉള്ളൂ, ഇവർ ഗൾഫിലായിരുന്നു. ഗൾഫിൽ സ്കിൻ ഡിസീസ് ഉണ്ട്, ത്വക്ക് രോഗം ഉണ്ടായി. ഡോക്ടേഴ്സിനെ കാണിച്ച് അവിടുത്തെ പൊടിയുടെ അലർജി മൂലം നാട്ടിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ പറഞ്ഞ നാട്ടിൽ കൊണ്ടുവന്ന് ആയുർവേദ ചികിത്സ നടത്തി. പിന്നെ പത്തിയായിരുന്നു, ഇറച്ചി മീനും മുട്ടയൊന്നും കൂട്ടാൻ പറ്റില്ല, പച്ചക്കറി തന്നെ കഴിക്കണം. ഇവനാണ് കോഴിയില്ലാതെ ഒന്നും കഴിക്കാൻ പറ്റാത്ത മകൻ ആണ്. ഒന്നത് പിന്നെ അച്ഛന്മാരുടെ ഹോസ്റ്റലിൽ കൊണ്ട് ആക്കിയത്. പിന്നെ പറയാനും ഇല്ല, അവിടെ ഭയങ്കര ദേഷ്യം കൊണ്ടുവിട്ട അപ്പനോട് ഭയങ്കര പകയും ദേഷ്യവും. ഇത് കാരണമാണ് പപ്പയുടെ വെറുപ്പാണ്. ഹേറ്റ് മൈ പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നത്. അപ്പൊ അമ്മ പറയുകയാണ്, സത്യ അച്ഛ അവനെ കൊണ്ടുപോയി നാട്ടിലെ ബോർഡിങ്ങിലാക്കിയെന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇവനെ പ്ലെയിൻ കയറ്റിയിട്ട് വിട്ട് അന്ന് രാത്രിയിലും ഇവന്റെ അപ്പന് ഇവന്റെ ഇതേ സ്വഭാവം തന്നെയാണ്. ഇറച്ചി മീനില്ലാതെ ഒന്നും കഴിക്കില്ലാത്ത പാർട്ടിയാ. ഇറച്ചിക്കറി വിളമ്പി കൊടുത്തപ്പോഴേ അവന്റെ പപ്പ പറഞ്ഞ, എടീ നമ്മുടെ മോനിത് കഴിക്കാൻ പറ്റുകയില്ലടേ, അവന്റെ പത്യം തീരുന്നവരെ എനിക്കും പച്ചക്കറി മാത്രം മതി എന്നാ. ഇവനെ അറിയാൻ മേലഞ്ഞിട്ട് അച്ഛ കഴിഞ്ഞ 2 വർഷമായിട്ട് ആ മനുഷ്യനും പച്ചക്കറി മാത്രമേ കഴിക്കാറുള്ളൂ, ഇറച്ചിമീനും മുട്ടയൊന്നും കൂട്ടാറില്ല. മോനില്ലാത്തതൊന്നും എനിക്കും വേണ്ട എന്നാ. ഇത് കേട്ട ഉടനെ ഇവൻ അപ്പന്റെ സ്വഭാവം അറിയാൻ മേലഞ്ഞിട്ട് അച്ഛ ഇവൻ ഇതുപോലെ പപ്പയെ വെറുക്കുന്നത് എന്നാ. ഇത് കേട്ട ഉടനെ ഈ മകൻ എന്റെ മുമ്പിൽ നിന്നോട് പറയാം, തളകെങ്കിൽ നേരത്തെ അപ്പയെ കാര്യം പറയാൻ മേലാന്ന് ചോദിച്ചത്, തളകെങ്കിൽ നേരത്തെ അക്കാര്യം പറയാൻ മേലാന്ന് ചോദിച്ചു. ആ മൊബൈൽ ഇവിടെ തരാൻ പറഞ്ഞിട്ട് മൊബൈൽ മേടിച്ച് അവൻ പപ്പയുടെ അയൽ ചെയ്യുന്നുണ്ട്, ലൗഡ് സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ട്. എന്റെ കേക്ക് വെച്ച് വിളിക്കാം. അവൻ പറയുന്നത് ഞാൻ തന്നെ കേട്ട്, പപ്പ സോറി പപ്പ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, പപ്പയ്ക്ക് എന്റെ അടുത്ത് സ്നേഹം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, സോറി പപ്പ എന്നോട് പൊറുക്കണം പപ്പ എന്ന് പറഞ്ഞോണ്ട് പറയാം. അപ്പൊ അവരുടെ
അപ്പ തിരിച്ചു പറയുന്നുണ്ട്, സാരയില്ല മോനെ, നിനക്കോട് ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ നിനക്കോട് ദേഷ്യം തോന്നിയത്, സാരയില്ല മോനെ എന്ന്. ഉടനെ അവൻ പറയാ, ഫാദർ പപ്പയോട് ക്ഷമിച്ചല്ലേ ഫാദർ, പപ്പയോട് ക്ഷമിച്ചല്ലേ ഫാദർ, പപ്പ പാവല്ലേ ഫാദർ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പറയുക. പപ്പയുടെ തന്റെ സ്വഭാവം അറിഞ്ഞപ്പോ മുതല് മോന് സ്വന്തം അപ്പനോട് ഭയങ്കര സ്നേഹവും അവന്റെ കണ്ണ് നിറയുമെല്ലാമാണ്. നിങ്ങളുടെ അപ്പന്റെയും അമ്മയുടെ ഒക്കെ തന്റെ സ്വഭാവം മക്കളും തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളോടും സ്നേഹവും സ്വാതന്ത്ര്യവുമാണ് ഉണ്ടാവേണ്ടത്. ദൈവത്തിന്റെ ഈ തന്റെ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് നമുക്ക് സ്നേഹവും സ്വാതന്ത്ര്യവുമായിരിക്കും. ആരാ ദൈവത്തിന്റെ തന്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തന്നത്? ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവത്തോട് ബന്ധം പുലർത്തിയ പുത്രനായ യേശു അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. എവിടെ വെച്ചാണ് അതിന്റെ പൂർണ്ണതയിൽ യേശു വെളിപ്പെടുത്തി തന്നത്? കാൽവരിയിലെ കുരിശ്. നിങ്ങൾ പ്രസംഗത്തിന്റെ ആവശ്യമില്ല, എന്റെ കാര്യം അറിയാവുന്നവരാ. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, എല്ലാം പൂർത്തിയായി എന്ന. എത്ര വർഷം ഈശോ പരസ്യമായിട്ട് ജീവിച്ചു? 3 വർഷം കൊണ്ട്. എന്നതാ ഈശോ പൂർത്തീകരിച്ചത്? തന്നെ ഭരമേൽപ്പിച്ചിരുന്ന ദൗത്യം, ദൈവത്തിന്റെ തന്റെ സ്വഭാവം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതതിന്റെ പൂർണ്ണതയിൽ യേശു വെളിപ്പെടുത്തിയത് കുരിശിലാണ്. കുരിശിൽ വെളിപ്പെടുത്തി തന്ന ദൈവത്തിന്റെ തന്റെ സ്വഭാവം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ എന്നെ കുരിശിൽ തറച്ച് കൊന്നാൽ പോലും ഞാൻ നിങ്ങളെ ശിക്ഷിക്കുകയില്ല, അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യൂ എന്ന സത്യമാണ് യേശു നമുക്ക് വെളിപ്പെടുത്തുക. നിങ്ങൾ എന്നെ കുരിശിൽ തറച്ച് കൊന്നാൽ പോലും ഞാൻ നിങ്ങളെ ശിക്ഷിക്കുകയില്ല, അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യുള്ളൂ. എന്നെ കാണുന്നവര് പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞ യേശു വെളിപ്പെടുത്തി തന്ന സത്യം അതാണ്. ഇതറിഞ്ഞാൽ തന്നെ നമുക്ക് ദൈവത്തോടുള്ള പേടി മാറിക്കിട്ടും. പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരൻ ഒരു കേസ് പിടിക്കപ്പെട്ട് അതിനുശേഷം എന്റെ അടുത്ത് വന്ന്, ആളെ അറിയാൻ പറ്റാത്ത ഞാൻ പരസ്യമായിട്ട് പറയുന്നു, കേസ് ഇത്രയേ ഉള്ളൂ. പണ്ട് അവനൊരു പെണ്ണുമായിട്ട് പ്രേമത്തിലായിരുന്നു 5-6 വർഷമായിട്ട്. പക്ഷെ വീട്ടുകാരെ കല്യാണം നടത്തി കൊടുത്തില്ല. ഇപ്പം വേറൊരു പെണ്ണിനെയായിട്ട് നിർബന്ധിച്ച് ഒരു വിവാഹം നടത്തി. 6 മാസമുള്ള കല്യാണം കഴിഞ്ഞിട്ട്. ഇതിനിടയ്ക്ക് ഒരൊറ്റ പ്രാവശ്യം മാത്രം അവൻ പഴയ പെണ്ണിന്റെ അടുത്ത് പോയി. ഇത് CID ആയ ഭാര്യ അത് കണ്ടത്, തെളിവ് സഹിതം പിടിച്ചു കഴിഞ്ഞത് അറിഞ്ഞുകൊണ്ട് അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവൾ അവിടെ കൂടെ ചുരിദാർ എടുത്തോണ്ട് സ്വന്തം വീട്ടിലോട്ട് പോയി കഴിഞ്ഞിട്ട് ഇവൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഒരു പ്രതികരണവും ഇല്ല. ഇവൻ ആകെ ടെൻഷൻ അടിച്ച് എന്റെ അടുത്ത് വന്ന്, അച്ഛാ ഞങ്ങൾ നല്ല കുടുംബത്തിൽ, നല്ല പൂക്ക കുടുംബത്തിൽപ്പെട്ട, പുരാതന കത്തോലിക്ക കുടുംബത്തിൽപ്പെട്ടവരാണ്, എന്റെ ഭാര്യ എന്നെ ഇട്ടേച്ച് പോയച്ച് ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, ഞാനൊരു തെറ്റ് ചെയ്ത് അവളതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്, നാട്ടുകാരെല്ലാം അറിയും, ഞങ്ങളുടെ വില പോയിച്ച കുടുംബം ആകെ തകർന്നു പോകും, എനിക്ക് എങ്ങനെയെങ്കിലും അവളെ തിരിച്ച് കിട്ടണം. അവൾക്ക് അച്ഛനെ പരിചയമുള്ള, അച്ഛൻ വിളിച്ചാൽ ചിലവും വരുമായിരിക്കും, അച്ഛൻ അവളെ വിളിച്ചിട്ട് ഒന്നും പറ, ഞാൻ എന്തു പരിഹാരം വേണമെങ്കിലും ചെയ്യാം, എന്നോടൊന്ന് ക്ഷമിക്കാൻ പറയാൻ പറഞ്ഞു, എനിക്കൊരു അവസരം കൂടി തരാനായിട്ട് പറയാൻ പറഞ്ഞു. ഇവന്റെ ഈ ഒച്ചപ്പാടും ബഹളവും കരച്ചിലെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന്റെ കാര്യം ഓക്കെ ആണ് എന്ന. പിന്നെ ഇവളുമാടൊക്കെ ഇടപെടുമ്പോൾ സൂക്ഷിക്കണം എന്ന് അനുഭവമുള്ളവർ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നതാ. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് അവൻ തന്ന നമ്പർ വെച്ച് അവളെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നിന്റെ ഹസ്ബൻഡ് എന്റെ അടുത്ത് വന്നായിരുന്നു, അവൻ കുറെ സമയം എന്റെ അടുത്തൊന്ന് കരയൊക്കെ ചെയ്ത്, നിനക്കൊന്ന് എന്റെ അടുത്ത് ഒന്ന് വരാവോന്ന് ചോദിച്ച്. അവൾ എന്തായാലും വിളിച്ചപ്പം വന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞ്, എടി അവൻ ചെയ്ത തെറ്റിനെ പറ്റി നല്ല ബോധ്യമുണ്ട്, ശരിക്കും അവനെ തിരുത്താനൊക്കെ നല്ല മനസ്സുണ്ട്, നിന്നോടൊരു കാര്യം ചോദിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തു പരിഹാരം വേണമെങ്കിലും ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച്. ഉടനെ അവൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുക, ക്ഷമിക്കല്ലാണ്ട് എന്താ ഞാൻ ചെയ്യുക, ഞാൻ അദ്ദേഹത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയില്ലേ എന്നാ. ക്ഷമിക്കല്ലാണ്ട് ഞാൻ എന്താ ചെയ്യുക, ഞാൻ അദ്ദേഹത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയില്ലേ എന്നാ. ഞാൻ തെറ്റൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ അറിഞ്ഞുകൊണ്ട് കുറച്ച് ദിവസം മാറി നിന്നതാണ് എന്നാ. എന്ത് തെറ്റ് ചെയ്തിട്ടും അപ്പാടി എടുത്തു വന്നു കഴിഞ്ഞാൽ അപ്പ നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങളോടൊക്കെ ഞാൻ ക്ഷമിക്കല്ലാണ്ട് എന്താ ചെയ്യാ, ഞാൻ നിങ്ങളെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയില്ലേ എന്ന. ശരിയല്ലയോ? അപ്പായുടെ, സ്വർഗീയ അപ്പായുടെ തനി സ്വഭാവം അതാണ് പ്രിയപ്പെട്ടവരെ. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം പാപം ചെയ്തു. ദൈവത്തിന്റെ മനസ്സിന് എന്തെങ്കിലും മാറ്റമുണ്ടായോ? ദൈവം പതിവ് പോലെ നടക്കാൻ വേണ്ടി വന്നിട്ട് ആദത്തിനെ കണ്ടില്ല. ഉടനെ എന്താ ചോദിച്ചത്? അത്രയും പേടിപ്പിച്ചിട്ടുണ്ടെന്നല്ല ചോദിച്ചത്, സ്നേഹത്തോടെ ചോദിക്കുക, നീ എവിടെയാണ്, വാട നമുക്ക് നടക്കാൻ പോകാന്നാ പറഞ്ഞത്. പതിവ് പോലെ നടക്കാൻ വേണ്ടി വന്ന
കായൻ അനിയനെ കളഞ്ഞു. അവന്റെ രക്തം കിടന്ന് നിലവിളിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോൾ കായൻ ആകെ പേടിയായി. അവൻ പറയുക, എന്നെ കാണുന്നവരൊക്കെ എന്നെ കല്ലെറിഞ്ഞുകൊണ്ട് എനിക്കാകെ പേടിയാകുന്നു എന്ന. ദൈവം എന്താ ചെയ്തത്? കായനെ ദൈവം എന്താ ചെയ്തത്? അവന്റെ നെറ്റിയിൽ ഒരു മുദ്ര പതിച്ചിട്ട് പറഞ്ഞ, ആരും നിന്നെ തൊടില്ല എന്ന. അതിന്റെ അർത്ഥം എന്താ? കൊലയാളിക്ക് കൂട്ടുപോകുന്ന പാവ നമ്മുടെ ദൈവം. കൊലയാളിക്ക് പോലും കൂട്ടുപോകുന്ന ദൈവത്തെ അവിടെ കാണുന്നത്. വീണ്ടും ഇസ്രായേൽ ജനത്തെ പ്രത്യേകമായ വിധത്തിൽ ദൈവം തെരഞ്ഞെടുത്ത് തള്ളപ്പക്ഷി ചിറകിലാക്കുന്ന പോലെ ആക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ ആ ജനം അകന്നകന്നു പോവുക. പ്രവാചകന്മാരെ അയച്ചിട്ട് പറഞ്ഞ, മക്കളെ തിരിച്ചു വരിക, ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം, വരുവിൻ നമുക്ക് അനുരഞ്ജനപ്പെടാമെന്ന് ജനം അകന്നകന്നു പോയിക്കൊണ്ടേയിരുന്ന അവസാനത്തെ കയ്യ നിലയില് തന്റെ സ്നേഹവും ക്ഷമയും പ്രകടിപ്പിക്കാനായിട്ട് അപ്പാ തെരഞ്ഞെടുത്ത വഴിയാണ് തന്റെ ഏകജാതനെ തന്റെ ഭൂമിയിലേക്ക് അയച്ചത്. ഈശോ പോലും തന്റെ സ്നേഹം എങ്ങനെയാ പ്രകടിപ്പിച്ചെന്നറിയാമോ? ഈശോ ഒരു ചെറുപ്പക്കാരോട് ശരിക്കും പ്രേമം തോന്നിക്കഴിഞ്ഞാൽ അവൻ പറയോ, ഇടി നിന്നെ ഓർത്ത് എല്ലാ ദിവസവും ഞാൻ പൊരിച്ച ഓരോ കോഴി കഴിച്ച് മസിലൊക്കെ ശരിയായിക്കൊള്ളുന്നത് ആത്മാർത്ഥമുള്ള സ്നേഹമാണോ? അല്ല. അല്ലെങ്കിൽ പറയും എല്ലാ ദിവസവും നിന്നെ ഓർത്ത് ഓരോ പെഗടിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമുള്ള സ്നേഹമാണോ? അല്ല. പിന്നെ ആത്മാർത്ഥമുള്ള സ്നേഹമാണ് എന്ത് പറയും? നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ പോലും, എന്നോടൊരു പറയാ, മരിക്കാൻ പോലും തയ്യാറാണ് എന്ന്. ആരോ ഈശോയോട് ചോദിച്ച്, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. അവൻ കൈ വിടർത്താവുന്ന വിടർത്തിയതിനു ശേഷം പറഞ്ഞു, ഇത്ര മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവൻ പോലും കൊടുക്കാൻ മാത്രം സ്നേഹിക്കുന്നു എന്ന. നിങ്ങൾ എന്നെ കുരിശിത്തറച്ച് കൊന്നാൽ പോലും ഞാൻ നിങ്ങളെ ശിക്ഷിക്കുകയില്ല, അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യൂ എന്ന ഈ അപ്പായുടെ തന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഈ ഈശോയുടെ മുമ്പിലിരുന്ന് പഠിച്ച പാഠങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈശോയാണ് തന്റെ ദൈവത്തിന്റെ തനി സ്വഭാവം വെളിപ്പെടുത്തി തന്ന. ഈശോ ഏതെങ്കിലും പാപിയെ ശിക്ഷിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പാപിയെ ഈശോ ശിക്ഷിച്ചതായിട്ട് സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആരെയാ? യൂദാസിനോട് ഈശോ ക്ഷമിച്ചായിരുന്നോ? എപ്പോഴാ ക്ഷമിച്ചത്? ഗുരു സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കൊടുത്തവ തിരിച്ച് ഈശോ എന്താ പറയുന്നത്? ഗുരു ദ്രോഹി എന്നാണ് വിളിച്ചത്, സ്നേഹിത എന്ന. അപ്പോൾ തന്നെ ഈശോ ക്ഷമിച്ചു. കാരണം എന്താണ്? അത് ഈശോയുടെ സ്വഭാവമായതുകൊണ്ട്, അതീശോയുടെ സ്വഭാവം ആയതുകൊണ്ട്. ഇത് മനസ്സിലാക്കുക. ഈ കരിസ്മാറ്റിക് ധ്യാനത്തിനൊക്കെ ഒരുപാട് നന്മയുണ്ട്. ഒരു പക്ഷേ ആദ്യമായിട്ട് കേരളത്തിൽ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ തുടങ്ങിയത്, താമസിച്ചുള്ള ധ്യാനം ഞങ്ങളുടെ അസീസിലാണ് തുടങ്ങിയത്. അതിന് ഒരുപാട് നന്മയുണ്ട് പ്രിയപ്പെട്ടവരെ. മനുഷ്യർ വചനം പഠിക്കാൻ തുടങ്ങി, സ്തുതിക്കാൻ തുടങ്ങി, സ്വതന്ത്രമായിട്ട് പ്രാർത്ഥിക്കാനും ആരാധനിക്കാനും പിന്നെ പങ്കുവയ്ക്കാനൊക്കെ ഒരുപാട് നന്മയുണ്ട്. ഒരു ചെറിയ ഒന്ന് രണ്ട് കൊച്ചു കുറവുകളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ചില കള്ള ധ്യാനഗുരുക്കന്മാരും കള്ള സിദ്ധന്മാരും എല്ലാം കർത്താവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പേടിപ്പിക്കാൻ വേണ്ടി 3ഉം 4ഉം തലമുറയൊക്കെ ശിക്ഷിക്കുന്നവനാണ് എന്നും തക്ക പരിഹാരം ചെയ്തില്ലെങ്കിൽ തലമുറകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന പാർട്ടീസ് ഉണ്ട്. ശരിയാണോ? അത് ക്രിസ്തുവിന് വിരുദ്ധമാണോ? അത് ക്രിസ്തുവിന് വിരുദ്ധമാണ്. പുറപ്പാട് പുസ്തകം വെച്ചുകൊണ്ടാണ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് 3ഉം 4ഉം തലമുറകളെ ഞാൻ ശിക്ഷിക്കുമെന്ന്. അടുത്ത വചനം എന്താണെന്നറിയാമോ? 1000 തലമുറകളോട് ഞാൻ കരുണ കാണിക്കും എന്ന്. നിയമം അനുസരിക്കേണ്ട ആവശ്യകത പഠിപ്പിക്കാൻ വേണ്ടി ഗ്രന്ഥകർത്താവ് അങ്ങനെ എഴുതി എന്ന് മാത്രം. ദൈവത്തിന്റെ തന്റെ സ്വഭാവം കാരുണ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഈശോയാ അത് നമുക്ക് വെളിപ്പെടുത്തി തന്ന. ഈശോ ഒരു പാപിയെ പോലും ശിക്ഷിച്ചതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ല. പാപികളെ തേടി വന്നതാണ് എന്ന് പറഞ്ഞ, ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, ലോകത്തെ ഈശോയിലൂടെ രക്ഷ പ്രാപിക്കാനായിട്ടാണ് പിതാവ് ഈശോയെ ലോകത്തിലേക്ക് അയച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോലെ നല്ല മനുഷ്യർക്ക് ദുരന്തവും കഷ്ടപ്പാടും സാമ്പത്തിക തകർച്ചയും രോഗമൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താ? ദൈവം സ്നേഹിക്കുന്നവരാണ്. അത് ദുഷ്ടനായ ദൈവമല്ലോ. അങ്ങനെ നമുക്ക് രോഗവും സഹനവും എല്ലാം തന്ന് നമ്മളെ സ്നേഹിക്കുന്ന ദൈവം. എനിക്കതിൽ വിശ്വാസം ഇല്ല. എന്റെ പേര് തോമസ്. അങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്ക് വിശ്വാസം ഇല്ല. എന്തുകൊണ്ടാ നിങ്ങളെ പോലെ പരിശുദ്ധരായ മനുഷ്യർക്ക് എന്തുകൊണ്ടാ അസ്വസ്ഥകളും തടസ്സങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്? ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ട് എന്നെ നീ കൈവിട്ടു എന്ന, എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്ന. പിതാവ് കൊടുത്ത മറുപടി എന്താണ്? ഉത്തരയില്ല.
പിതാവ് ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഇവിടെ പറയാൻ പറ്റില്ല. പിതാവ് ഒന്നും പറഞ്ഞ് ഇല്ല. പിതാവ് ഒന്നും വെളിപ്പെടുത്തി തന്നില്ല. അതുകൊണ്ട് എനിക്കും അറിയത്തില്ല എന്തുകൊണ്ടാ നീതിമാൻ സഹിക്കുന്നതിന് കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരം ഇന്ന് വരെ നമുക്ക് ലഭിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ പോലും വ്യക്തമായ ഒരു മറുപടി ഇല്ല. ജോബിന്റെ പുസ്തകത്തിൽ മാത്രം ഭാഗികമായ മറുപടി ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോഴും ഞാൻ ഈശോയെ നോക്കി പഠിച്ച പാഠം, ഈശോ പിതാവിനോട് ചോദിച്ചു എന്തുകൊണ്ട് നീ എന്നെ വിട്ടുപോയി എന്ന്. പിതാവ് ഒരു മറുപടിയും കൊടുത്തില്ല. പക്ഷെ ഈശോ തന്റെ പ്രാർത്ഥന അവസാനിപ്പിച്ചു. ഈശോ തുടർന്നും പറയുക, അപ്പാ നീ എനിക്കൊരു ഉത്തരം തന്നില്ലെങ്കിൽ നിന്റെ ഉള്ളിൽ ഒരു ഉത്തരമുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിച്ചപ്പോൾ കുരിശ് എന്തായിത്തീർന്നു? അപ്പായുടെ കരമായിട്ട് തീർന്നു. ആ ഈശോ മരണത്തെക്കിടയ്ക്ക് ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും ഈശോ വിശ്വസിച്ചു. അപ്പായുടെ പരിപാലനയിൽ വിശ്വസിച്ചു. ഒരു ഡോക്ടറിന്റെ സാക്ഷ്യം, അദ്ദേഹം വൈകിട്ട് ഡ്യൂട്ടി ചെയ്യുന്നതിനിടയ്ക്ക് പെട്ടെന്ന് രാമൻകുട്ടി എന്ന് പറയുന്ന ഒരു കൂലിപ്പണിക്കാരൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ ചെറിയ മോനെ കുട്ടിക്കൊണ്ട് വന്നെന്തോ ഗൗരവമായ അസുഖം ബാധിച്ചിട്ട് ഡോക്ടർ ചികിത്സിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ കൊച്ചിനെ ഒന്നും മയക്കി കിടത്തിയാലേ ചികിത്സിക്കാനായിട്ട് സാധിക്കുള്ളൂ. കുറച്ച് ബോധം കെടുത്താൻ പറ്റില്ല. കുറച്ച് ഗുളിക കൊടുത്തു നോക്കി, കൊച്ചും മയങ്ങുന്നില്ല. ഇഞ്ചക്ഷൻ കൊടുത്തു നോക്കി, കൊച്ചും മയങ്ങുന്നില്ല. ഡോക്ടർ പറഞ്ഞപ്പോൾ, രാമൻകുട്ടി ക്ഷമിക്കണം കേട്ടോ, കൊച്ചിന് പെട്ടെന്ന് ചികിത്സ ആരംഭിച്ചില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, എന്നെക്കൊണ്ടാവില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയി കൊള്ളാനായിട്ട് പറഞ്ഞു. കൊച്ചൊന്നും മയങ്ങാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ഐസിയുലായി കൊച്ചിനെ കിടത്തിയിരിക്കുന്നത്. രാമൻകുട്ടി ചോദിച്ച്, സാറേ 2-3 മിനിറ്റ് എന്നെ ഒന്ന് അകത്ത് കയറ്റാവോ എന്ന് ചോദിച്ചു. എന്തിനാണെന്ന് ചോദിച്ച് അപ്പൊ ഡോക്ടർ പറഞ്ഞത് സാധിക്കില്ല എന്ന് പറയും. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറയാം, കുഞ്ഞുനാളും മുതലേ എൻ്റെ കൊച്ച് എൻ്റെ ഒരു ചെറിയ ജലദോഷം പിടിച്ചപ്പോൾ എൻ്റെ മടിയിൽ കിടന്നാലേ അവൻ ഉറങ്ങാറുള്ളൂ. ഞാനും എൻ്റെ മടിയിൽ ഒന്ന് കിടത്തി മയക്കി തരാമെന്ന് പറഞ്ഞാൽ, ഇത് ICU ആണ്, വേറെ സീരിയസ് ആയിട്ടുള്ള രോഗികൾ കിടപ്പുണ്ട്, അതുകൊണ്ട് സാധ്യമല്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ. എന്നാൽ 1 മിനിറ്റ് എന്നെ ഒന്ന് അനുവദിക്കാമോ എന്ന് ചോദിച്ചു. അത് സാധ്യമല്ല, മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ. അപ്പൊ ഡോക്ടർ ആ മനുഷ്യൻ പറയാ, എന്നാൽ സാറേ എൻ്റെ കുട്ടൻ ഭിത്തിയോട് ചേർന്നല്ലേ കിടക്കുന്നത്, എൻ്റെ മോനോട് പറ ഭിത്തിയുടെ അപ്പുറം അവൻ്റെ പപ്പ ഭിത്തിയോട് അവനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ച് കൈയുമായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടെന്നൊന്ന് പറയാവോ എന്ന് ചോദിച്ചു. അത് ഞാൻ പറയാമെന്ന് ആ ഡോക്ടർ പറഞ്ഞ. ഡോക്ടർ എന്നിട്ട് പറഞ്ഞു, മോനെ നിന്റെ പപ്പ പുറത്ത് ഭിത്തിയുടെ നിന്നെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ച് കൈ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ. അവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ശരിക്കും ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഉണ്ട്, പപ്പ അപ്പുറം ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. കൊച്ചങ്ങ് മയങ്ങി. ഡോക്ടർ ചികിത്സ ആരംഭിച്ചു. ചികിത്സയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി നോക്കുമ്പോൾ ഈ രാമൻകുട്ടി ഇങ്ങനെ ഭിത്തിയോട് കൈ ചേർത്ത് പിടിച്ച് നിൽപ്പുണ്ട്. മുഖവൻ അകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ പോയി. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും എന്തോ ഒരു എമർജൻസി കോള്. അവിടുന്ന് നേഴ്സ് ഡോക്ടറെ വിളിച്ച് ആ ഡോക്ടർ ക്വാർട്ടേഴ്സിൽ നിന്ന് അദ്ദേഹത്തിന്റെ കോട്ടൊക്കെ ഇട്ട് അദ്ദേഹം തിരിച്ചു വരിക. ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം വരുമ്പോഴും രാമൻകുട്ടി ഇങ്ങനെ കൈ ഭിത്തിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. കൊച്ച് ഉള്ളിൽ കിടന്നുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറയുകയാണ്, ഈ നൂറ്റാണ്ടിലും ഇതുപോലെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന നല്ല അപ്പന്മാരുണ്ടല്ലോ എന്ന. കൊച്ച് സ്വന്തം അപ്പനെ കണ്ടില്ല, സ്വരം കേട്ടില്ല, സ്പർശനം അനുഭവിച്ചില്ല. എന്നിട്ട് അവന് മനസ്സിലായി ഭിത്തിയുടെ അപ്പുറം എൻ്റെ പപ്പ ഉണ്ട് എന്ന. ആ കരങ്ങളിൽ എൻ്റെ ജീവനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഈശോ പറഞ്ഞതുപോലെ തന്നെ കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും തൊട്ടില്ലെങ്കിലും നമ്മളെ പരിപാലിക്കുന്ന അപ്പായുടെ കാരുണ്യത്തിൽ വിശ്വസിക്കുക. ദൈവം നമ്മളെ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാ രക്ഷിക്കുക? പ്രിയപ്പെട്ടവരെ, പാപം ചെയ്താൽ ദൈവം ശിക്ഷിക്കുകയില്ലയോ? പാപം ചെയ്താൽ ദൈവം ശിക്ഷിക്കുകയില്ലയോ? ഒരച്ഛൻ പറഞ്ഞത്, ഒരു ചേച്ചി ഉണ്ടല്ലോ, റബ്ബർ തോട്ടമൊക്കെ ഉള്ള ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് ഉടക്കുണ്ടാക്കി. ഹസ്ബൻഡ് എന്തൊക്കെയോ വേണ്ടാത്ത പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഇയാൾ ഞാൻ ഇപ്പൊ ഒരു പാഠം പഠിപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് റബ്ബർ പാലിന് ഒഴിക്കാൻ വെച്ചിരുന്ന ആസിഡെടുത്ത് ചേച്ചി കുടിച്ചു കഴിഞ്ഞപ്പോ ഉള്ളു മുഴുവൻ പൊള്ളിപ്പോയി. തുപ്പാക്ക് നോക്കിയപ്പോ നാവിന്റെ അറ്റം പോലും തുപ്പി പോവുക ആണ്. ബോധം കെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ICU 2-3 ദിവസമൊക്കെ കിടന്ന്. അതിനുശേഷം സാവധാനം ബോധം തെളിഞ്ഞു വന്നപ്പോ അച്ഛനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്ന. ചെന്നപ്പോ ഈ ചേച്ചി അച്ഛനോട് ചോദിക്കുക, അച്ഛാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ദൈവം എന്നെ എങ്ങനെ ശിക്ഷിച്ചത് എന്ന്. അച്ഛാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ദൈവം എന്നെ എങ്ങനെ ശിക്ഷിച്ചത് എന്ന്. ആസിഡ് കുടിച്ചാൽ പൊള്ളും, ഉപ്പ് തിന്നാൽ
വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും. പാപം ചെയ്താൽ അത് അതിൽ തന്നെ ശിക്ഷയാണ് പ്രിയപ്പെട്ടവരെ. പാപത്തിൽ നാശമുണ്ട് എന്ന് മനസ്സിലാക്കുക. പാപം ചെയ്താൽ ദൈവമല്ല ശിക്ഷിക്കുന്നത്, പാപം അതിൽ തന്നെ ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയാനായിട്ടാണ് നമ്മുടെ ഭാഗത്ത് ശ്രമിക്കേണ്ടത്. പാപം ചെയ്താൽ ദൈവമല്ല ശിക്ഷിക്കുന്ന, നമ്മളെ ശിക്ഷിക്കുന്ന പ്രവൃത്തിക്ക് വിളിക്കുന്ന പേരാണ് പാപം. എന്താണ് പാപം? നമ്മളെ ശിക്ഷിക്കുന്ന പ്രവൃത്തിക്ക് വിളിക്കുന്ന പേരാണ് പാപം. അതിൽ നിന്ന് പിന്തിരിയാനാ ദൈവം ആവശ്യപ്പെടുന്ന. പിന്തിരിഞ്ഞു കഴിയുമ്പോൾ നമുക്കും രക്ഷയുടെ അനുഭവം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, ക്ഷമിക്കാൻ മാത്രം അറിയാവുന്ന സ്വർഗീയപ്പായ യേശു വിളിച്ച അതേ വാക്കുപയോഗിച്ചുകൊണ്ട് നമുക്കും വിളിക്കാം. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ. നിരാശയുള്ളവർ വിളിക്കുക ആബാ പിതാ. കുറ്റബോധമുള്ളവർ വിളിക്കുക ആബാ. ദുഃഖമുള്ളവർ വിളിക്കുക, കൈ ഉയർത്തി വിളിക്കുക. സാമ്പത്തിക പ്രതിസന്ധിയുടെ കടന്നു പോകുന്ന വിളിക്കുക ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ. ഭയമുള്ളവർ വിളിക്കുക ആബാ പിതാവേ. സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവർ വിളിക്കുക ആബാ പിതാവേ. രോഗികൾ വിളിക്കുക ആബാ പിതാവേ. പ്രത്യാശയോടെ വിളിക്കുക ആബാ പിതാവേ. പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവർ വിളിക്കുക ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ. അവിടുത്തെ കാരുണ്യത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക ആബാ പിതാവേ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് അറിയില്ലാത്തവരെ പരിശുദ്ധാത്മാവ് നൽകി പ്രേരിപ്പിക്കുന്നു. ആബാ പിതാവേ, 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 ആബാ പിതാവേ. മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണ് എന്ന പ്രത്യാശയോടെ ആബാ പിതാവേ. ഏറ്റവും കൊതിക്കുന്ന നിയോഗം ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ആബാ പിതാവേ. പുത്രസ്വീകാരത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തോടെ ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ. കണ്ടാലും എത്ര വലിയ സ്നേഹമാ ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവമക്കൾ എന്നറിയപ്പെടുന്ന നമ്മൾ അങ്ങനെയാണ് ദാനം. നമ്മൾ ദൈവമക്കൾ എന്നറിയപ്പെടുന്നു, നമ്മൾ അങ്ങനെയാണ് ദാനം. മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണ് പ്രിയപ്പെട്ടവരെ. അവകാശികളാണെങ്കിൽ എന്തും ചോദിക്കാനുള്ള അവകാശം മക്കളായി നമുക്കുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. മക്കളായ കാരുണ്യം മാത്രം കാണിക്കാൻ അറിയാവുന്ന അപ്പായോട് എന്തും ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുക എന്നുള്ളതാണ്. അപ്പായോട് ചോദിക്കുക, മക്കളുടെ അവകാശത്തോടെ ചോദിക്കുക പ്രിയപ്പെട്ടവരെ. അപ്പ തരും എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഈശോ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു, നിങ്ങൾ ചോദിക്കുന്ന കാര്യം ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നിങ്ങളെ പോലെ പരിശുദ്ധരായ മനുഷ്യർ ചിലവ് പ്രാർത്ഥിച്ച് എല്ലാ കാര്യം സാധിച്ചു കിട്ടാറുണ്ടോ? ചോദിക്കുന്ന പോലെ ലഭിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല.
ഞാൻ തോമസ്. എനിക്ക് ഇത്തിരി ചില കാര്യങ്ങൾ സംശയമുണ്ട് കേട്ടോ. ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഈ സിസ്റ്റർമാർ എന്നെയും പറഞ്ഞ് കളിപ്പിച്ചിട്ടുണ്ട്. കൊച്ചുനാൾ മുതൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോ കിട്ടും എന്ന് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ അത്ര വിശ്വാസമില്ല. 1ാം ക്ലാസ് വരെ പഠിപ്പിച്ച ഒരു സിസ്റ്റർ ആയിരുന്നു, ക്ലാസ് ടീച്ചർ. ഞങ്ങൾക്ക് പിള്ളേരെ കണ്ണെടുത്താ കാണാൻ പറ്റുന്ന ആ സിസ്റ്ററിനെ ഭയങ്കര ദേഷ്യക്കാരിയാണ്. അതുകൊണ്ട് പക്ഷെ ഭയങ്കര പ്രാർത്ഥന. എപ്പോഴും കയ്യിലൊരു കൊന്ത, കഴുത്തിലൊരു കൊന്ത, പോകലിലൊരു കൊന്ത, കയ്യിൽ ബൈബിൾ ഇതെല്ലാം ആയിട്ട് ക്ലാസ്സിലോട്ട് വരും. 1ാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ കൊച്ചുമക്കളെ കണ്ണടച്ച് കൈകുപ്പിക്ക് എന്റെ ഒരു അങ്കിളിന് സുഖമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് പറഞ്ഞ ഞങ്ങൾ കണ്ണുടച്ചില്ല, കൈയും കുപ്പി ഇല്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാതെ ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾക്ക് എന്റെ വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം സിസ്റ്റർ ഞങ്ങള് പറഞ്ഞു. അടുത്ത ദിവസം സിസ്റ്റർ ക്ലാസ് വന്നിട്ട് പറഞ്ഞ എന്റെ ഒരു ബന്ധത്തിലൊരു കൊച്ചിന് ഇന്റർവ്യൂ ഉണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പി എന്ന് പ്രാർത്ഥിക്കുക, നിഷ്കളങ്കരായ കുട്ടികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന് പറഞ്ഞ ഞങ്ങൾ കൈയും കൂപ്പിയില്ല, കണ്ണും അടച്ചില്ല, അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നില്ല. ഞങ്ങൾ സിസ്റ്ററോട് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങളുടെ വിശ്വാസമില്ല, എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ചോദിച്ചു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ ഞങ്ങൾ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചെന്ന് അറിയാമോ, സിസ്റ്ററിന്റെ തല തട്ടി പോണേ, സിസ്റ്ററിന്റെ തല തട്ടി പോണേന്ന്. പക്ഷെ എന്ന് സിസ്റ്റർ ഞങ്ങളുടെ ക്ലാസ്സിലോട്ട് വരുന്നുണ്ടല്ലോ, ദൈവം ഞങ്ങൾ പ്രാർത്ഥിച്ചാലൊന്നും കേൾക്കില്ല എന്ന് അന്ന് ആ വിശ്വാസ പ്രമാണം ഞാൻ ഉണ്ടാക്കിയത് ആണ്. എന്തും ചോദിച്ചാൽ അതുപോലെ സാധിച്ചു കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു പ്രാർത്ഥനയും പാഴായിട്ട് പോകില്ല. മക്കളായിട്ട് അപ്പാട് എന്തും ചോദിക്കാം. ഭൂരിഭാഗ സമയത്ത് അപ്പ തരുന്ന ഉത്തരം എന്താണെന്നറിയാമോ? യേസ് എന്ന. ഭൂരിഭാഗ സമയത്ത്. ചുരുക്കം ചില അവസരങ്ങളിൽ എന്ത് പറയും? നോ എന്ന് പറയും. മറ്റു ചില അവസരങ്ങളിൽ എന്ത് പറയും? വെയിറ്റ് എന്ന. മൂന്നാമത്തെ ഉത്തരം സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്കുള്ള തീരുമാനം ഉണ്ടെങ്കിൽ എളുപ്പം ഉണ്ട്. ഭൂരിഭാഗ സമയത്തും അപ്പൊ നമ്മൾ മക്കളുടെ അവകാശത്തോടെ ചോദിച്ചാൽ സാധിച്ചു തരും. പ്രിയപ്പെട്ടവരെ, ഞാൻ കുറെ വർഷമായിട്ട് ഞാനും കൂടെ പറഞ്ഞിട്ടുള്ള കുറെ വർഷങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കൊന്ത. വലിയ പ്രത്യേകതയൊന്നുമില്ല. പക്ഷെ ഒരു മനുഷ്യൻ ജയിലിൽ കിടന്നുകൊണ്ടുണ്ടാക്കി എനിക്ക് തന്നതാ. ഷാർജയിലെ ജയിലിലുണ്ടായിരുന്ന ഒരു ബിജു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, എറണാകുളംകാരനാ. അവന് നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ കല്യാണം കഴിച്ച് 1 മാസം വൈഫിന്റെ ഭാര്യയോട് ജീവിച്ച് അതിനുശേഷം തിരിച്ചു പോയി. അവിടെ വെച്ച് അദ്ദേഹം മരുന്ന് കച്ചവടക്കാരനാണ്. മരുന്നിന്റെ ഒരു പ്രാവശ്യം അദ്ദേഹം തന്റെ കാറിൽ നേരായ പേപ്പറുകളില്ലാതെ മരുന്നുമായിട്ട് പോവുക. CID പോലീസുകാർ അത് പിടിച്ച്, അത് വലിയ കേസ്. അവിടെയും നാട്ടിലൊക്കെ ഡ്രഗ്സിനെതിരായിട്ടുള്ള കേസാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ട് അവിടെ ചെന്ന ഇടയ്ക്ക് എന്റെ ഭാര്യ വിളിച്ച് പറഞ്ഞു, ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയി ടെസ്റ്റ് ഒക്കെ നടത്തി, എനിക്ക് വിശേഷം ഉണ്ടെന്ന്. അത് കേട്ടപ്പോൾ മനുഷ്യൻ സന്തോഷമായി. ആ കാലഘട്ടത്തിൽ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് കുറച്ച് നാളൊന്നുമല്ല, 5 വർഷം മനുഷ്യൻ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്ന. 5ാം വർഷം ഷാർജയിലുള്ള ജീസസ് യൂത്തുകാര്, അവർക്ക് ഷാർജയിൽ ഇത്തിരി അനുവാദമൊക്കെ ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട് ജയിലിലാണെങ്കിലും. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ ചെന്ന് കഴിഞ്ഞപ്പം ബിജുവിന്റെ പ്രായമുള്ള ചെറുപ്പക്കാരനാണ്. ബിജു ഇന്ന് കരയാൻ തുടങ്ങി. അദ്ദേഹം ജീസസ് യൂത്തുകാരൻ ചോദിച്ചു, എന്താ സാറെ കരയുന്നെന്ന് ചോദിച്ച്. അപ്പൊ അദ്ദേഹം പറഞ്ഞ, ഞാൻ വിവാഹിതനാണ്, എൻ്റെ നാട്ടിൽ എനിക്കൊരു ഭാര്യയുണ്ട്, 1 മാസം ഞാൻ അവളോട് കഴിഞ്ഞിട്ടുള്ളൂ, എനിക്കൊരു കൊച്ചുണ്ടായിട്ടുണ്ട്, ഞാൻ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല, 4 വയസ്സ് കഴിഞ്ഞ് കാണും എൻ്റെ കുട്ടിക്ക്. എനിക്കിവിടെ ഞാൻ എല്ലാ മാസവും തുച്ഛമായ ശമ്പളം എൻ്റെ വൈഫിന് ഞാൻ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ചില്ലി കാശ് പോലും ഞാൻ അയച്ചു കൊടുത്തിട്ട് ഇല്ല. എനിക്കിവിടെ ചൂടുള്ള ഭക്ഷണം ലഭിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയും കുഞ്ഞ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ, അവരെങ്ങനെയാണ് ജീവിക്കുകയെന്ന് എനിക്ക് അറിയത്തില്ല. അവരെ ഓർക്കുമ്പോൾ എൻ്റെ പല രാത്രിയിൽ ഞാൻ വെറുതെ കിടന്ന് കരയുക, സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ നിന്ന് കരഞ്ഞ്. ഇവർക്ക് അനുകമ്പ തോന്നിയത് കൊണ്ട് ഇവർ കുറച്ച് പേര് പൈസ കളക്ട് ചെയ്തിട്ട് വിസിറ്റിംഗ് വിസയിൽ ബിജുവിൻ്റെ ഭാര്യയും കൊച്ചിനെയും ഷാർജയിൽ കൊണ്ടുവന്നു. വെള്ളിയാഴ്ചയിൽ കുറച്ച് സമയം ഇങ്ങനെ വിസിറ്റിംഗ് ടൈമുണ്ട്. ആ സമയത്ത് ബിജുവിൻ്റെ ഭാര്യയും കൊച്ചും ബിജുവിനെ കാണാൻ ചെന്ന് ആദ്യമായിട്ട് കൊച്ചിനെ കാണുന്ന ആൺകുട്ടിയെ 3 പേരുടെ കെട്ടിപ്പിടിച്ച് കരച്ചിലും ഭയങ്കര സന്തോഷം. 1/2 മണിക്കൂർ കഴിഞ്ഞു പോലീസ് പറഞ്ഞ് ഇതിൻ്റെ സമയം കഴിഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞ് ഭാര്യയും കൊച്ചിനെയും ഇറക്കി വിട്ടു. ഉടനെ ആ ഇറങ്ങുന്ന സമയത്ത് ആ മനുഷ്യൻ, എനിക്കിവിടെ രഹസ്യത്തിൽ ജോലി ചെയ്യാനായിട്ട് അനുവാദമുണ്ട്, ഞാൻ രഹസ്യത്തിലുണ്ടാക്കിയ ഒരു കൊന്തയാണ്, നീ നിനക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറ, എനിക്ക് നിങ്ങളുടെ കൂടെ വന്ന് കഴിയാൻ ഒത്തിരി ആഗ്രഹം ഉണ്ട് എന്ന്. ഈ പെണ്ണ് അസിസി വെച്ച് എൻ്റെ ധ്യാനം കൂടിയിട്ടുള്ള, ഞാൻ എല്ലാ ധ്യാനത്തിലും പറയുന്നൊരു ഡയലോഗാ, ദൈവം അപ്പനാണ് എന്നും നമ്മളൊക്കെ മക്കളാണ് എന്നും മക്കളാണെങ്കിൽ അവകാശികളാണ് എന്നും. ഇവിടെ എൻ്റെ അടുത്ത് വന്നുള്ള അച്ഛൻ എപ്പോഴും ഈ ഡയലോഗ് കഴിക്കാറില്ലേ, അച്ഛാ എൻ്റെ കുഞ്ഞ് നേഴ്സറി പോകാൻ തുടങ്ങി, തിരിച്ചു വരുമ്പോൾ ഇന്നും എൻ്റെ മോൻ ചോദിക്കും, മമ്മി എല്ലാ കുട്ടികൾക്കും പപ്പയുണ്ടല്ലോ, എന്താ എനിക്ക് മാത്രം പപ്പയില്ലാത്തത് എന്ന്. ഞാൻ ഉത്തരം പറഞ്ഞ് മടുത്തച്ഛ, എനിക്കും ആഗ്രഹമുണ്ട് ആ മനുഷ്യൻ്റെ കൂടെ കഴിയാനായിട്ട്. ആകെപ്പാടെ 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ. അച്ഛൻ ഈ കൊന്ത വെച്ച് ശരിക്കും പ്രാർത്ഥിക്ക്, ആ മനുഷ്യനൊന്ന് പുറത്തു വരാൻ വേണ്ടി. എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിനോട് ഞാൻ ആവശ്യപ്പെട്ടു. എന്തായാലും തൊട്ടടുത്ത മാസം റംസാന്റെ മാസമായിരുന്നു. റംസാൻ മാസത്തിൽ ഷാർജയിലെ ഷെയ്ഖ് ഒരു പ്രഖ്യാപനം നടത്തി. ഷാർജ
ആദ്യം ജയിലിൽ കിടക്കുന്ന വിദേശികളെ അവരുടെ എംബസിലൂടെ അവരുടെയൊക്കെ രാജ്യത്തേക്ക് തിരിച്ച് അയച്ചേക്കാനായിട്ട് അങ്ങനെ വെളിയിൽ കൊണ്ടുവന്ന് പുറത്തുവിട്ട ഒരാള് ഈ ബിച്ചുവായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ മനുഷ്യൻ പുറത്ത് വന്ന് ആ നാട്ടുകാരുടെ സഹായത്തോടെ അദ്ദേഹം നെടുമ്പാശ്ശേരി വന്നിറങ്ങി. ഭാര്യയും മോനോടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്ന അദ്ദേഹം ചോദിച്ചു, ഏതച്ഛൻ്റെ കയ്യിൽ കൊന്ത കൊണ്ട് കൊടുത്തെന്ന് ചോദിച്ചു. ടാക്സ് വിളിച്ച് ഭരണങ്ങാനത്ത് ഈ മനുഷ്യൻ വന്നിട്ട് എന്നോട് പറയാ, അച്ഛനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ എൻ്റെ വൈഫ് എന്നോട് അച്ഛനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ദൈവത്തെ അപ്പ എന്നാണ് വിളിക്കുന്നത്. ശരിക്കും നമ്മുടെ ദൈവം അപ്പൻ തന്നെ അച്ഛ. ആ അപ്പൻ്റെ ഇടപെടലില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് വെളിയിൽ വരാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു എന്ന. ഇതുപോലത്തെ 100 കണക്കിന് അനുഭവങ്ങൾ എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, മക്കളുടെ അവകാശത്തോടെ കാരുണ്യം മാത്രം കാണിക്കാൻ കഴിവുള്ള അവിടുത്തെ സ്വഭാവം മാറ്റിയ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെയും ആവശ്യങ്ങൾ അറിയിക്കുന്നത് സുന്ദരമായ പ്രാർത്ഥന തരിക എന്നുള്ളത് അപ്പന്റെ അധികാരത്തിൽപ്പെട്ടതാ. ചോദിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശത്തിൽപ്പെട്ടതാ. ഈശോ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു തടസ്സം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ തടസ്സം കൂടെ നീങ്ങിക്കഴിഞ്ഞാൽ അപ്പാട് അനുഗ്രഹം ഉറപ്പായിട്ട് നമുക്ക് ലഭിക്കും. എബ്രായർ 12, 14, 15 വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ചിലപ്പം എത്ര പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും ഒരു അനുഭവം ലഭിക്കാത്തത്. വിശുദ്ധി സമം സ്നേഹത്തിലുള്ള പരിപൂർണത. അടുത്ത വചനം എന്താണ്? വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവിക്കാതിരിക്കാനായിട്ട് സൂക്ഷിച്ചു കൊള്ളുക എന്ന. എന്റെ സ്നേഹ വലയത്തിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിശുദ്ധിയിലല്ല, അശുദ്ധിയിലാണ്. വിശുദ്ധി കൂടാതെ നമുക്ക് ആർക്കും ദൈവത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. യേശു വീണ്ടും പറയുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ക്ഷമിച്ചിട്ട് വന്ന് പ്രാർത്ഥിക്കാൻ. ബലിയർപ്പിക്കുമ്പോഴും രമ്യതപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കാൻ. സ്നേഹവലയത്തിൽ നിന്ന് ആരെങ്കിലും അകറ്റി നിർത്തിയിട്ട് ഓർമ്മയിൽ സൂക്ഷിക്കുക. തലയും കുത്തിന്നുകൊണ്ട് 150 മിനിറ്റ് ചെയ്ത് എത്ര ആരാധന ഉപവാസം നടത്തിയാലും ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കില്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഉള്ളിൽ വെറുപ്പ് വെച്ച് പുലർത്തി കഴിഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ട് രോഗികളായിട്ട് തീരും. ഇവരോട് ഡോക്ടർമാർ പറയുന്നത് എന്തോ പ്രത്യേക അസിഡിറ്റി ശരീരത്തിലുണ്ടാവുകയും ചിലപ്പോൾ ആൾസർ പോലുള്ള രോഗങ്ങളുണ്ടാകും. ചില പെണ്ണ് ശ്വാസം മുട്ടലിൻ്റെ അസുഖമുണ്ടാകും, പെണ്ണ് നടുവേദന ഉണ്ടാകും. നമ്മൾ ആണുങ്ങൾക്കാണ് അറ്റാക്കായിട്ട് നമ്മൾ അടിച്ചു പോകാനായിട്ടൊക്കെ സാധ്യത ഉണ്ട്. ഉള്ളിൽ വെറുപ്പ് ചിലർക്ക് ശാരീരികമായിട്ട് രോഗികളായിട്ട് തീരും. രണ്ടാമത്, നല്ല ദേഷ്യം ഉള്ളവർക്ക്, വെറുപ്പുള്ളവർക്ക് ചിരിക്കാൻ പറ്റുമോ? എത്ര നല്ല തമാശ കേട്ടാലും വ്യാഘ്രമാതാവിനെ പോലെ ഇങ്ങനെ ഇരിക്കുകയും ഉള്ളു. കുറേ നാട് നമ്മൾ ചിരിക്കാതിരുന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഉള്ളിൽ ദേഷ്യം വെച്ചുകൊണ്ട് ചിരിക്കാതെ കുറേ നാളുകൾ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ തന്നെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കാനായിട്ട് തുടങ്ങും. ഞാൻ ഇത്തിരിയൊക്കെ ഡിഗ്രിക്ക് അബ്നോർമൽ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. അന്ന് പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, മാനസിക അസ്വസ്ഥത ഉണ്ടാകാനുള്ള ഒരു കാരണം ചിലപ്പോൾ പാരമ്പര്യമായിട്ട് ബ്രെയിൻ ഡാമേജ്, അല്ലെങ്കിൽ ഒരു വർഷങ്ങളോളം ഉള്ളിൽ പകയും വെറുപ്പും ഒക്കെ വിലപിച്ചപ്പെടുന്ന വ്യക്തികൾ വിഷാദം പോലുള്ള മാനസിക വൈകല്യങ്ങൾ പോലും ഉണ്ടാവാനായിട്ട് അവർക്ക് സാധ്യത ഉണ്ട് എന്ന്. പിന്നെ ആത്മീയമായിട്ടും അത് തടസ്സം സൃഷ്ടിക്കാം. വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും ഈശോ പഠിപ്പിച്ച ഒരു കൊച്ചു പ്രാർത്ഥനയിൽ പോലും ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. എന്റെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചത് പോലെ എന്ന. ദുർമരണം അല്ലെങ്കിൽ പെടുമരണം എന്നൊക്കെ പറയുന്നത് എങ്ങനെ മരിക്കുന്നതിനാണ്? ദുർമരണം എന്ന് പറയുന്നത് എങ്ങനെ മരിക്കുന്നതിനാണ്? മലയാളത്തിൽ ഒരു വാക്കുണ്ടോ പെടുമരണം എന്നാ? ഇല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുക. എങ്ങനെ മരിക്കുന്നതിനാണ്? ഇട്ടി വെട്ടി മരിക്കുന്നത്, തലേ തല്ലുകൊണ്ടിയാകുന്നത്, തല ചക്ക പണിയാകുന്നത്, തല തേങ്ങ പണിയാകുന്നത്, പട്ടി കടിച്ചാകുന്നത്, വണ്ടി അടിച്ചാകുന്നത്, കെട്ടിപ്പൊഴിച്ചാകുന്നത്, ഇതൊക്കെ ദുർമരണം അല്ലെങ്കിൽ പെടുമരണം നമ്മൾ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ യാതൊരു തെറ്റും ചേർന്ന് ഈശോയെ കെട്ടിത്തൂക്കിയിട്ട് തല്ലിച്ചതച്ച് കൊന്നുകളഞ്ഞ അവന്റെ മരണം എന്താണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്? രക്ഷാകരമായ മരണം, നല്ല മരണം നമ്മൾ വിശ്വസിക്കും. അത് നല്ല മരണമാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ ഈ ഭൂമിയിലെ ശാരീരിക ജീവിതം അവസാനിക്കേണ്ട ഒരു വഴിയെന്ന് മാത്രം. ഞാൻ ഉദ്ദേശിക്കുന്ന പെടുമരണം ഇതാണ് കേട്ടോ. അങ്ങനെ വാക്കില്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞാണ്ടായിരുന്നു പറഞ്ഞില്ലേ, അവിടെ തൊട്ടടുത്ത് ഞങ്ങൾ ആശ്രമത്തിന്റെ അടുത്താണ് മേരിഗിരി എന്ന് പറയുന്ന ആശുപത്രി. ആ ആശുപത്രിയിൽ ആരെങ്കിലും ഗൗരവമായിട്ട് രോഗം പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. എൻ്റെ പുണ്യം കാരണമൊന്നുമില്ല, ബാക്കിയുള്ള അച്ഛന്മാർക്ക് ഒത്തിരി പ്രായമായത്. ഞാനാണെങ്കിൽ ബൈക്ക് ഓടിച്ച് അവിടെ ചെല്ലും. അതുകൊണ്ട് പിന്നെ ആരെങ്കിലും മരിക്കാറായി കഴിഞ്ഞാൽ അന്ത്യകൂദാശ കൊടുക്കാനും എന്നെയാണ് സാധാരണഗതിയിൽ വിളിക്കാറുള്ളത്. ഞാൻ ഒരുപാട് പേർക്ക് അന്ത്യകൂദാശ കൊടുത്തിട്ടുണ്ട്. കൊടുത്ത് എല്ലാവരും തന്നെ മരിക്കുകയും ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ വന്ന് അന്വേഷിക്കാറുണ്ട്. ആർസിസിലെ ചെറിയ തോമസിന് എന്തെന്ന് ചോദിച്ചിട്ടുണ്ട് എന്നെ സ്പെഷ്യലായിട്ട് അന്വേഷിക്കാറ് ഉണ്ട്. ഒരു രാത്രി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങുകയായിരുന്നു. പാതിരാത്രി സമയത്ത് 2 അങ്കിളുമാര് വന്ന് എന്റെ വാതിൽക്കൽ മുട്ടി. അച്ഛൻ, ഞങ്ങളുടെ ഒരു സുഹൃത്ത് നേരം വെളുപ്പിക്കില്ലെന്ന ഡോക്ടർ പറഞ്ഞത്, അച്ഛൻ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പാതിരാത്രി ഉറക്കപ്പിച്ചില്ല. ഞാൻ എൻ്റെ ഉടുപ്പൊക്കെ എടുത്തിട്ട് രാത്രി ഇവരുടെ കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ICUലാന്ന് തോന്നുന്നു. ഒരു 50 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു കാർന്നൂര് കിടപ്പുണ്ട്. ഒരു സിസ്റ്റർ അവിടെയുണ്ട്, 2 നേഴ്സ് പിള്ളേർ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടറും അവിടെയുണ്ട്. ICUലെ സാധനങ്ങളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചെന്ന് പ്രാർത്ഥന പെട്ടെന്ന് തീർന്നിട്ട് എനിക്ക് തിരിച്ചു വന്നിടന്ന് ഉറങ്ങണം. അതിനുവേണ്ടി ഞാൻ ബാഗ് ഇങ്ങനെ തുറന്ന തൈലമൊക്കെ എടുക്കുന്ന സമയത്ത് ഈ സിസ്റ്റർ എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഓക്സിജൻ കൊടുക്കുന്ന മാസ്ക് എടുത്ത് ഇങ്ങനെ മാറ്റി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എനിക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ബോധമുള്ള മനുഷ്യനാണെന്ന് മനസ്സിലായി. ഭയങ്കര കള്ളടിയായിരുന്നു. എല്ലാം കഴിഞ്ഞ് തീരാറായി. ഡോക്ടേഴ്സ് പറഞ്ഞു എന്ത് സംഭവിക്കാം, അതുകൊണ്ട് വല്ല കൊടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് കൂട്ടുകാരെ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയത്. ഞാൻ ഈ തൈലമൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്നതാണ്. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ പേടിച്ച് വിറയ്ക്കാനായിട്ട് തുടങ്ങി. ആ സിസ്റ്ററാണ് ഒരു പണി ചെയ്ത് 2 മെഴുകുതിരി കത്തിച്ച് ആ മനുഷ്യന്റെ തലയുടെ 2 സൈഡിലും വെക്കുകയും ഒരു കറുത്ത കുരിശും എടുത്ത് സൈഡിൽ കൊണ്ട് വെക്കുകയും ചെയ്ത് ഞാൻ ഊറാല എടുത്തിട്ട് പ്രാർത്ഥന പുസ്തകം എടുത്തിട്ട് ഈ മനുഷ്യന്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ആ മനുഷ്യൻ പേടിച്ച് വിറച്ച് എന്നോടൊരു ചോദ്യം, അച്ഛ എല്ലാം തീരാൻ പോവാണോന്ന് ചോദിച്ച. അച്ഛ എല്ലാം തീരാൻ പോവുക ആണോ എന്ന. പാതിരാത്രി സമയത്ത് കറുത്ത് ഉടുപ്പ് ഊറാലൊക്കെ ഇട്ടുകൊണ്ട് ICUലോട്ട് ഞാൻ കയറി ചെന്നപ്പോ ആ മനുഷ്യന് മനസ്സിലായി കാലനടുത്ത് വന്ന് നിപ്പുണ്ടെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. എന്നോട് ചോദിക്കുക, അച്ഛ എല്ലാം തീരാൻ പോവാണോ എന്ന്. എന്നിട്ട് എന്നോട് പറയാ, അച്ഛ ഇതിനകത്തൊരു പകയച്ച, വെറുപ്പച്ച, പ്രതികാര ചിന്തകളാച്ച. ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് വർഷങ്ങളായച്ച. എനിക്ക് പള്ളിയിൽ പട്ടക്കാരനൊന്നും ഇല്ലായിരുന്നു. കുമ്പസാച്ചിലൊക്കെ വർഷങ്ങളായച്ച. എനിക്ക് എല്ലാവരും വെറുപ്പ. അയ്യോ എല്ലാം തീരാൻ പോകണം, ഇപ്പൊ എന്താ ചെയ്യണം. ഈ മനുഷ്യൻ ഇങ്ങനെ ആദ്യം കയറാനായിട്ട് തുടങ്ങി. ഈ പൾസം മറ്റേ കാണിക്കുന്ന മെഷീൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഉടനെ ഈ മനുഷ്യനെല്ലാം വലിച്ചു പറിക്കാനല്ല, ഭയങ്കര ബഹളം. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഫാദർ ഒന്ന് മാറിയിരിക്കാൻ പറഞ്ഞു. എന്നെ മാറ്റി നിർത്തി. എന്നിട്ട് ഈ മനുഷ്യൻ നെഞ്ചിൽ ഇങ്ങനെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ മാറി നിന്ന് നോക്കുമ്പോൾ ഈ മനുഷ്യന് ഒരു ശ്വാസം കിട്ടാണ്ട് ഈ കണ്ണൊക്കെ 2 പുറത്തേക്ക് തള്ളി വരുന്നു. നാവ് പുറത്തേക്ക് ഇനി നൊരയും പതയൊക്കെ പുറത്തോട്ട് വരുന്നു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ട് ശ്വാസം മുട്ടി ആ മനുഷ്യൻ പെടഞ്ഞ് ചാകുന്ന ഞാൻ കണ്ട്. മൊത്തത്തിൽ ആ മരണം കണ്ടതിന് ഞാൻ വിളിക്കുക ദുർമരണം അല്ലെങ്കിൽ പെടുമരണം എന്ന. ഉള്ളിൽ നിറയെ പകയും വെറുപ്പും വിദ്വേഷവും പ്രതികാര ചിന്തയും വെച്ച് പുലർത്തിക്കൊണ്ടുള്ള ജീവിതവും മരണവും ശപിക്കപ്പെട്ടത് ആണ്. വിശുദ്ധി സമം സ്നേഹത്തിലുള്ള പരിപൂർണത. എന്റെ സ്നേഹവലയത്തിൽ നിന്ന് ഒരാളെങ്കിലും ഞാൻ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിശുദ്ധിയിലല്ല അശുദ്ധിയിൽ ആണ്. അങ്ങനെയാണെങ്കിലും ഇന്ന് രാത്രിയിലെങ്ങാനും തമ്പുരാൻ പറയാ, ചേച്ചി ഇങ്ങോട്ട് പോരടി എന്ന് പറഞ്ഞുകൊണ്ട്, അത് ചേട്ടാ ഇങ്ങ് പോരാൻ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മരണം ഏത് തരത്തിലുള്ളതായിരിക്കും? എല്ലാവർക്കും നല്ല മരണം ആശംസിക്കുക. എല്ലാവർക്കും ഞാൻ നല്ല മരണം ആശംസിക്കുക. ഞാൻ തമ്പുരാനോട് മൂളിപ്പുറത്തോട് ചോദിച്ചാൽ എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ട്. സ്നേഹവലയത്തിൽ നിന്ന് ആരെങ്കിലും അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൂടെ ഹൃദയത്തിൽ ഒരു ഇടം കൊടുക്കാനായിട്ട്. അപ്പ കരുണയുള്ളവനായിരിക്കുന്ന പോലെ അപ്പ നമ്മളോട് കാരുണ്യം കാണിച്ചതുപോലെ നമ്മളോടും കാരുണ്യം കാണിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഒന്ന് വാചകടിക്കാനായിട്ട് എളുപ്പമാണ്. അവള് സത്യം ഞാൻ പറയും, എനിക്കിട്ട് ആരെങ്കിലും പാര വെച്ചാൽ ക്ഷമിക്കാനും പൊറുക്കാനൊന്നും ഒട്ടും എളുപ്പമില്ല പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയൊന്നും പറയാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കൂടെയുള്ള അച്ഛന്മാരെല്ലാം നമ്മുടെ പണി ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ ഞാൻ ദേഷ്യപ്പെടാറൊന്നും ഇല്ല. ദേഷ്യപ്പെടാത്ത പുണ്യം കാരണമൊന്നുമല്ല, ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങും ദേഷ്യം വന്നു കഴിഞ്ഞാൽ. പക്ഷെ എൻ്റെ ഉള്ളിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യാറുള്ളൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ ഈ ക്രൂശ് ദിനത്തിന്റെ മുമ്പിൽ പോയിട്ട് ഇരിക്കും. ഈശോയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. കുരിശിൽ കിടന്ന ഈശോയ്ക്ക് ക്ഷമിക്കാൻ സാധിച്ചായിരുന്നോ? നിങ്ങൾ ആരോടും പറഞ്ഞേക്കരുത് ഞാനിങ്ങനെ പറഞ്ഞു എന്നാ. എന്റെ നോട്ടത്തിൽ ഈശോയ്ക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ല. ഈശോ കുറിച്ച് കിടന്നോണ്ട് എന്താ പറയുന്നത്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇവർ അറിയുന്നില്ല, എനിക്കിവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അങ്ങ് ഇവരോട് ക്ഷമിക്കണമെന്നാ പറഞ്ഞത്. ശരിയല്ലോ? ഈശോ അങ്ങനെയാ പറഞ്ഞത്. ഈശോയ്ക്ക് പോലും പറയാൻ പറ്റില്ല ഞാനിത് എല്ലാവരും ക്ഷമിച്ചു എന്ന് പറയാൻ പറ്റിയില്ല. പിന്നെ ആ പാവികളും ബലഹീനരുമായ നമ്മള്. അതുകൊണ്ട് ആരുടെയും കാല് പിടിക്കാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഈശോ ചെയ്ത ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ചെയ്യാം. ഈശോ നോക്കി ആരെ എന്നെ ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കുന്നതെന്ന് നോക്കിയപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി ഇവര് പട്ടാളക്കാർ റോമിൽ നിന്ന് വന്ന, ഇവർക്ക് അറിയത്തില്ല ഞാൻ ആരാണ് എന്ന് അറിയത്തില്ല. വൈകുന്നേരം കൂലി കിട്ടാൻ വേണ്ടി ഇവര് ജോലി ചെയ്യുന്ന. അപ്പ ഇവർ ചെയ്യുന്നവർ അറിയുന്നില്ല, അങ്ങ് ഇവരോട് പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പ്രാർത്ഥിച്ച് ആദ്യം അവൻ ചെയ്തത് അവരെ മനസ്സിലാക്കി. നമ്മളെയും ദ്രോഹിച്ചവരെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ഉള്ളിൽ ഒരു സൗഖ്യം കിട്ടും. സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ ക്ഷമ തന്നെ സംഭവിച്ചുകൊള്ളും പ്രിയപ്പെട്ടവരെ.
ഉദാഹരണത്തിന് ബസ്സിൽ യാത്ര ചെയ്യുക, മുമ്പിലത്തെ സീറ്റ് നല്ല വണ്ണമുള്ളൊരു ചേട്ടൻ നിന്നുണ്ട് ഉറങ്ങി ആടി സൈഡിൽ ഇരുന്ന കാറിനോട് ഇടി കിട്ടി എന്റെ ഒറ്റ തള്ളി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഞെട്ടി എഴുന്നേറ്റ് കൈകുപ്പി പിടിച്ചുകൊണ്ട് പറയുകയാണ്, ക്ഷമിക്കണം കേട്ടോ, എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുക, ഞാൻ രാത്രി മുഴുവൻ അവർക്ക് കൂട്ടിരിക്കുകയായിരുന്നു, ഒരുപോലെ കണ്ണുപോലും ഇന്നലെ രാത്രി അടച്ചില്ല, ക്ഷീണം കാരണം ഇനി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞ് നിങ്ങളിരിക്കുന്ന പോലെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുക, കുറേ നേരം ഇരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇങ്ങനെ ആടി തുടങ്ങി, ആടി വീണ്ടും ആ കാർന്നോട്ട് പോയിട്ട് ഇടിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇടി കിട്ടുന്ന കാർന്നര് വളരെ കൂളായിട്ട് ഇരിക്കുക. ഇതിങ്ങനെ സ്പ്രിംഗ് ആക്ഷൻ പോലെ നടപ്പുണ്ട്, പക്ഷെ കാർന്നര് വളരെ കൂളായിട്ട് ഇരിക്കുക. ഇത്തിരി കഴിഞ്ഞ് ഈ മനുഷ്യന്റെ തല പോയി കമ്പിക്കിട്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ ഈ പ്രായമുള്ള അപ്പച്ചൻ ഇദ്ദേഹത്തെ വിളിച്ചെഴുന്നേപ്പിച്ച് ചോദിച്ച്, എവിടെയാ അയാൾക്ക് ഇറങ്ങേണ്ടത്? നല്ല ക്ഷീണമുണ്ടല്ലേ? ഈ അമ്മമാര് ചെയ്യുന്ന പോലെ ആ മനുഷ്യന്റെ തോളെ കൈയിട്ടിട്ട് പറഞ്ഞ, നല്ല ക്ഷീണമുണ്ട്, ഇവിടെ എങ്ങാനും ചാരിക്കിടന്നുറങ്ങിക്കൊള്ള, വെറുതെ തല കൊണ്ടേ കമ്പിക്കിട്ടിരിക്കണ്ട, ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആകുമ്പോൾ ഞാൻ വിളിച്ചു കൊള്ളാമെന്ന മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ക്ഷമ തന്നെ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കിയാൽ ഇത് സംഭവിച്ചുകൊള്ളും. നിങ്ങൾ പെൺപിള്ളേരെങ്ങാനും വല്ല ബസ്സിൽ യാത്ര ചെയ്യണമെന്നില്ല, ഒരു സ്റ്റോപ്പിൽ നിന്ന് ഒരു മധ്യവയസ്ക ബസ്സിൽ കയറി ഏതാനും സെക്കൻഡുകൾ വിളിച്ചാണ് നിങ്ങളുടെ ദേഹത്തെങ്ങാനും കയറി പിടിച്ചത്. ഈ വയസ്സിൽ ഇത്രയും പ്രായമായിട്ട് ഒരൊറ്റ തള്ളു വയസ്സം പോയി വണ്ടിക്കകത്ത് വീണ മനുഷ്യൻ പതുക്കെ കമ്പിയെ പിടിച്ച് എഴുന്നേറ്റ് വന്നിട്ട് പറയാ, മോളെ എനിക്ക് കണ്ണ് കാണാൻ മേലടി, അതുകൊണ്ട് അറിയാതെ എന്നെ കയറി പിടിച്ചതാരോട് ക്ഷമിക്കണം എന്ന് പറയാ. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ ചേട്ടനോട് ക്ഷമിക്കുമോ? ദുഷ്ടകൾ എന്നാൽ ക്ഷമിക്കല്ലേ? എന്നാ പറയും, ചേട്ടന് കണ്ണ് കാണാൻ വരുന്ന എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേട്ടനെ തള്ളിയിട്ടത്, എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പറയും. നമ്മളെയൊക്കെ ദ്രോഹിച്ചവരൊരു പക്ഷെ അന്ധരായിരിക്കാം, അറിവില്ലാത്തവരായിരിക്കാം, മുറിവേറ്റവരായിരിക്കാം. ഒന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഈശോ മനസ്സിലാക്കിയതുപോലെ ഉപദ്രവിച്ചവരെ, നമുക്ക് ദേഷ്യമുള്ളവരെ, നമ്മളെ ദ്രോഹം ചെയ്തവരെ നമ്മുടെ ശത്രുവായിട്ട് കരുതിയ വ്യക്തിയെ ഒന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈശോ ചെയ്തത് എന്താണ്? അപ്പാ അങ്ങ് ഇവരോട് ക്ഷമിക്കണമെന്ന് ഇവരുടെ പക്ഷം ചേർന്ന് അവൻ പ്രാർത്ഥിച്ച്, അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 100 പടയാളിയുടെ അധിപൻ റോമിൽ നിന്ന് ഒരു യുക്തിവാദി മാറി നിൽപ്പുണ്ടായിരുന്നു. അവൻ ഉടനെ വിളിച്ചു പറഞ്ഞു, ആ കുരിശിൽ കിടക്കുന്നവൻ സത്യമായിട്ടും ദൈവ പുത്രൻ ആണ് എന്ന്. ഒരു ദൈവത്തിന് മാത്രമേ ഇതുപോലെ വേദന സഹിക്കുമ്പോഴും ക്ഷമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഒരു മലമുകളിൽ നിന്നുകൊണ്ട് ഈശോ പഠിപ്പിച്ചു. നിന്നെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവരെ ലോകം അറിയുന്ന ദൈവത്തിന്റെ പുത്രനും പുത്രിയും ഒക്കെ ആണ് എന്ന മറ്റൊരു മലമുകളിൽ വെച്ച അവനത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മളൊക്കെ ആരാണെന്ന് ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ മക്കൾ ആണ്. മക്കളാണെങ്കിൽ ആ സ്വഭാവം ഇന്ന് മുതൽ കാണിച്ചു തുടങ്ങണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഇവിടുത്തെ ആരാധന കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഭർത്താവ് നിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം? ചേട്ടാ ഗോഡ് ബ്ലസ് യു എന്ന് പറയാ. ചേട്ടാ ഇംഗ്ലീഷ് നല്ല വശമില്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുക, ചേട്ടാ ഈ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. പാവപ്പെട്ട ഈ പുരുഷന്മാരെ സ്ത്രീകൾ പീഡിപ്പിക്കാൻ വേണ്ടി വരുമ്പോ തിരിഞ്ഞു നിന്നിട്ട് എന്ത് പറയണം? ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുക. ഉടനെ മക്കൾ ചോദിക്കും, പപ്പയ്ക്ക് എങ്ങനെ ഇങ്ങനെ ക്ഷമിക്കാൻ സാധിക്കും ചോദിച്ചു കഴിയുമ്പോ എന്ത് പറയണം? മക്കളെ ഇതിന്റെ സ്വഭാവമായി പോയി എന്ന് പറയുക. ഇതിന്റെ സ്വഭാവമായി പോയി, കൺവെൻഷൻ കൂടിയത് പിന്നെ ഇതിന്റെ സ്വഭാവമായി പോയി എന്ന് പറയുക. വീണ്ടും മമ്മി ക്ഷമിക്കുന്ന കാണുമ്പോ ഭർത്താവ് ചോദിക്കും, നിനക്ക് എപ്പോഴും എങ്ങനെ എന്നോട് ഇങ്ങനെ ക്ഷമിക്കാൻ സാധിക്കും ചോദിച്ചു കഴിയുമ്പോ എന്ത് പറയണം? ചേട്ടായിയോട് ഞാൻ ക്ഷമിക്കല്ലാണ്ട് എന്താ ചെയ്യാ, ചേട്ടായി ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയില്ലേ എന്ന് പറയുക. ഈ ഡയലോഗ് പഠിച്ചിട്ട് പോയിക്കോളൂ, അതിന് വൈകുന്നേരം തന്നെ അവസരം ലഭിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ലോകം അറിയട്ടെ നമ്മള് അപ്പായുടെ മകനും മകളും ആണ് എന്ന് തിരിച്ചറിയട്ടെ. പ്രിയപ്പെട്ടവരെ, സത്യം നമ്മൾ ഭാരതത്തിലെ ക്രിസ്ത്യാനികളൊക്കെ നമ്മുടെ താന്യ സ്വഭാവം ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പല അവസരങ്ങളിലും നമ്മൾ ക്രിസ്ത്യാനികളെ പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഒക്കെ ചില തീവ്രവാദികളൊക്കെ ഒത്തിരി പീഡിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാത്ത? ഞങ്ങളുടെ സെമിനാരി മുഴുവൻ, ഒറീസയുടെ സെമിനാരി മുഴുവനും വന്ന് ഒരു കൂട്ടർ വന്ന് കത്തിച്ച് കളഞ്ഞിട്ട് പോയി. എന്തുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാത്ത? തോക്കും ബോംബൊന്നും മേടിച്ച് പ്രതികരിക്കാത്ത? തോക്ക് മേടിക്കാൻ കത്തോലിക്ക സഭയ്ക്ക് കാശില്ലാഞ്ഞിട്ടാണോ? ആണോ? കാശില്ലാഞ്ഞിട്ടൊന്നുമില്ല. തൊടുപുഴ ആയാലും മൂവാറ്റുപുഴ ആയാലും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് സിറ്റി എടുത്താലും സിറ്റിയുടെ പ്രധാനപ്പെട്ട കെട്ടിടവും വിലപിടിപ്പുള്ള കെട്ടിടവും മണ്ണും കാരുടെ കയ്യിലിരിക്കുന്നത്
അച്ഛന്മാരുടെയും കന്യാസികളുടെ കയ്യിലായിരിക്കുന്നത്. കപ്പുച്ചന്മാരെ മാത്രം കാര്യമായിട്ടില്ല, ബാക്കിയുള്ള അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിന്റെ ഒക്കെ കയ്യിലാണ് ഇരിക്കുന്നത്. തോക്കുമടിക്കാൻ കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല, തലേ വെള്ളം വീണവരുടെ സ്വഭാവമാണ് നാസ്രായന്റെ സ്വഭാവം, നാസ്രാനിയുടെ സ്വഭാവമാണ് നാസ്രായന്റെ സ്വഭാവം. അതുകൊണ്ട് ആ പീഡിപ്പിക്കുന്നവരെ പോലും അനുഗ്രഹിക്കുന്ന നമ്മുടെ ഒരു സിസ്റ്ററിന് 40 പ്രാവശ്യം കുത്തിവെട്ടിയൊക്കെ കൊന്ന ആ തീവ്രവാദിയോട് പോലും ആ സിസ്റ്ററിന്റെ അന്യത്തിൽ നിന്നിട്ട് കയ്യിൽ രാഗി കെട്ടിക്കൊടുക്കുക, നീ എന്റെ ആങ്ങളയാടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ആ സിസ്റ്ററിന്റെ അമ്മ ചോറ് വിളമ്പി കൊടുത്തപ്പം അവന്റെ ഉപ്പിരന്റെ രസമുള്ള കണ്ണുനീര ചോറില് വീണ്. നിന്റെ ശത്രുവിന് വിശക്കുമ്പോൾ അപ്പവും ദാഹിക്കുമ്പോൾ കുടിക്കാനും കൊടുക്കുന്നവരെ മാനസാന്തരത്തിന്റെ തീക്കനെ കൂട്ടുമെന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ അപ്പ നമ്മളോട് കരുണ കാണിച്ചതുപോലെ നമുക്കും പരസ്പരം കരുണ കാണിക്കാം. അപ്പ നമ്മളോട് ക്ഷമിക്കുന്നത് പോലെ നമുക്കും പരസ്പരം ക്ഷമിക്കാം. ക്ഷമിച്ചു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ. പ്രഭാഷണം 28:6 ഈ പേടി തോന്നുന്നൊരു വചനമാണ്. നിന്റെ ജീവിത അന്ത്യമോർത്തെങ്കിലും ശത്രുത അവസാനിപ്പിക്കാൻ, നിന്റെ ജീവിതാന്ത്യമോർത്തെങ്കിലും ശത്രുത അവസാനിപ്പിക്കാനായിട്ട്. ഇത് വായിക്കുമ്പോൾ എനിക്ക് പേടി തോന്നാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു, ധ്യാനകേന്ദ്രത്തിൽ കണ്ട ഒരു ഉദാഹരണം. 5 ദിവസം ധ്യാന. പക്ഷെ അത് വന്ന അന്ന് മുതൽ ഒരു സഹോദരി ഇങ്ങനെ എല്ലാ കൗൺസിലേഴ്സിന്റെയും പുറകെ നടക്കുകയാണ്. ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്ത് ഇങ്ങനെ ഊട്ടി നടക്കുക, ആരാധനയിൽ പോയി പങ്കെടുക്കുന്നില്ല. അവസാനം എന്റെ മുറിയിൽ കയറി വന്ന് എനിക്ക് ദേഷ്യം വന്ന ഞാൻ പറയാം, മര്യാദയ്ക്ക് തമ്പുരാനിൽ പോയി ആശ്രയം അർപ്പിക്കുക, അത് അതിനെതിരെ അലഞ്ഞ് നടക്കാതെ എന്ന ആ സ്ത്രീ എന്നോട് പറഞ്ഞ, അച്ഛാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ, എനിക്ക് ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം വരികയാണ് എന്ന. എന്നിട്ട് അവളുടെ കാര്യം പറയുകയാണ്. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഒത്തിരി വർഷം പ്രേമിച്ചതിന് ശേഷം വിവാഹം ചെയ്തതിന് ശേഷം അവർ തമ്മിൽ നല്ല പ്രണയത്തിലായിരുന്നു. അങ്ങനെ സാധനം സംഭവിക്കില്ലാത്ത, പക്ഷെ ഇവർ തമ്മിൽ നല്ല പ്രണയത്തിൽ ആയിരുന്നു. ഇവള് പറഞ്ഞ, ശരി പക്ഷെ ഈശോയേക്കാൾ അധികം ഞാൻ എൻ്റെ ഇച്ചായെ ഞാൻ സ്നേഹിച്ചായിരുന്നു എന്നാ. ഇവരുടെ വീട്ടിലെ ഇദ്ദേഹത്തിന് ജോലിയുണ്ട്, ഇവർക്ക് ജോലിയില്ല. ഇദ്ദേഹം ജോലിക്ക് വേണ്ടി കാറെ കയറാൻ തുടങ്ങുമ്പോൾ ഇവിടെ അടുത്ത് പോയി നിൽക്കും. എന്നിട്ട് ഈ മനുഷ്യന് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കും. തിരിച്ച് ഈ ഹസ്ബൻഡ് ഇവരുടെ നെറ്റിയിൽ ഉമ്മ കൊടുക്കും. അങ്ങനെ യാത്രയാക്കും. എന്നിട്ട് വണ്ടി ഇങ്ങനെ വിട്ടു പോകുന്ന നോക്കി നിൽക്കും. തിരിച്ചു വരുന്നവരെ ഇവിടെ മിസ് കോളും വിട്ടുകൊണ്ടിരിക്കും. അതുപോലെ അറ്റാച്ച്മെന്റ്, രണ്ടുപേരും അതുപോലെ പരസ്പരം സ്നേഹിച്ചിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് ഏതോ ഒരു സ്ത്രീ ഫോൺ വിളിച്ച് ഇവള് ചോദിച്ച് ആരാതെന്ന് ഈ മനുഷ്യൻ പറഞ്ഞില്ല. വീണ്ടും ആ സ്ത്രീ തന്നെ വിളിച്ച് ആരാ എന്ന് ചോദിച്ച്, അവിടെ നിനക്ക് എന്നെ സംശയമാണെന്ന് ചോദിച്ചു. ഇതിന്റെ പേരിൽ ഇവര് തമ്മിൽ ഇത് കലഹം ഉണ്ടായി. അന്ന് ആ മനുഷ്യൻ ചായ കുടിച്ചില്ല, അത്താഴമൊന്നും കഴിച്ചില്ല, ഈ കുരിശും വരച്ചില്ല. എന്നിട്ട് അവള് പറഞ്ഞ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആദ്യമായിട്ട് അവള് വേറൊരു മുറി കയറി കിടന്ന് ഉറങ്ങി. ആ മനുഷ്യൻ കിടന്ന മുറിയിലോട്ട് അവള് ചെന്നില്ല. അത് രാവിലെ എന്തായാലും ഇവർക്ക് ഭയങ്കര ദേഷ്യവും വാശിയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഈ മനുഷ്യൻ എഴുന്നേറ്റ് ഇവളുടെ വാതിക്ക് വന്ന് മുട്ടി, എഴുന്നേറ്റ് വന്ന് ചായ എനിക്ക് തരാൻ പറഞ്ഞ. അവൾ എഴുന്നേറ്റില്ല. വീണ്ടും ക്ഷമിക്കടി പൊറുക്കടി, ഞാൻ എന്നെ വേണേം ചെയ്യാം, ഇറങ്ങി വരാൻ പറഞ്ഞ. അവള് എഴുന്നേറ്റ് ചെന്നില്ല. വീണ്ടും അദ്ദേഹം ഡ്രസ്സ് ചെയ്ത് പോകാനായിട്ട് ഇറങ്ങി, ബാഗുമായിട്ട് റെഡി, ഞാൻ ഇറങ്ങാൻ പോവാ, നീ ഇന്ന് ഇറങ്ങി വാ, ഞാൻ എന്നെ വേണേം ചെയ്യാടി പൊറുക്കടി, ഒന്നും മനസ്സിൽ വെക്കരുതില്ല പലവട്ടം പറഞ്ഞ. അവൾ വാശിക്ക് വാര തുറക്കാതിരുന്ന. ആ മനുഷ്യൻ കാറെ കയറിപ്പോയി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ലാൻഡ് ഫോണിലേക്ക് ആരോ വിളിച്ചു. എന്നിട്ട് ഈ വണ്ടിയുടെ നമ്പർ ചോദിച്ചു, പരിചയമുണ്ടോ എന്നാണ്. അതിനുശേഷം ഒരു വീട് എവിടെയാ വീടെന്ന് ചോദിച്ചിട്ട് വണ്ടിയിൽ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഈ മനുഷ്യന്റെ കാറ് ഭിത്തിക്കിട്ട് ഇടിച്ച് കാറ് മുഴുവൻ തകർന്ന് ഈ മനുഷ്യന്റെ തല പൊട്ടിയിട്ട് തലച്ചോറ് റോഡിൽ കിടക്കുന്ന ഈ സ്ത്രീ ചെല്ലുമ്പോൾ കാണുന്നത്. അന്ന് ഈ മനുഷ്യൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, വണ്ടി പോയിട്ട് ഇടിക്കുകയും ചെയ്ത്. ഇവിടെ എന്നോട് പറഞ്ഞ ഡയലോഗുണ്ട്, അച്ഛാ പലവട്ടം എൻ്റെ ഇച്ഛായ എന്നോട് ചോദിച്ച് ക്ഷമിക്കടി പൊറുക്കടി എന്ന, ഞാൻ എങ്ങനെ എൻ്റെ ഇച്ഛായ്ക്ക് ക്ഷമ കൊടുക്കുക? എന്നും എൻ്റെ ഇച്ഛായുടെ നെറ്റി ഞാൻ ഉമ്മ കൊടുത്ത് യാത്ര അയക്കുന്നതായിരുന്നു. അന്ന് ഇച്ഛായുടെ ശവത്തെ ഞാൻ ചുംബിക്കേണ്ടതായിട്ട് വന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന. നിന്റെ ജീവിത അന്ത്യമോർത്തെങ്കിലും ശത്രുത അവസാനിപ്പിക്കുക. ഒരുപക്ഷെ നാളെ ക്ഷമ സ്വീകരിക്കാൻ ഞാൻ ഉണ്ടായെന്ന് വരില്ല, ക്ഷമ കൊടുക്കാൻ നമ്മൾ ഉണ്ടായെന്ന് വരില്ല. നിന്റെ ജീവിത അന്ത്യമോർത്തെങ്കിലും ശത്രുത അവസാനിപ്പിക്കുക. അപ്പ നമ്മളോട് കരുണ കാണിച്ചതുപോലെ നമുക്കും പരസ്പരം കരുണ കാണിക്കാം പ്രിയപ്പെട്ടവരെ. തദേയൂസ് എന്ന് പറഞ്ഞ അച്ഛനെ പറ്റി ഞാൻ പേഴ്സണലി പരിചയം. അച്ഛനെ പറ്റി കേട്ട ഒരു കൊച്ചു കാര്യം. അച്ഛൻ മനോഹരമായിട്ട് പാട്ടെഴുതുന്ന മനുഷ്യനാണ്.
അച്ഛന് പാട്ട് അറിയാവുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന മനുഷ്യനാ. അച്ഛന് എവിടെ ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞപ്പം ഒരു ചെറിയ ആൺകുട്ടി വളരെ മനോഹരമായിട്ട് പാട്ട് പാടി. അപ്പോൾ ഈ അച്ഛനോട് ചോദിച്ചു, നീ മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ്റെ പേരൻസിനെ വിളിച്ചിട്ട് പറഞ്ഞ് പാട്ട് പഠിപ്പിക്കുക, കുട്ടിക്ക് നല്ല കഴിവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പൈസയൊന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞാൽ എങ്കിൽ എൻ്റെ കൂടെ വിട്ടേക്ക്, ഞാൻ മ്യൂസിക്കും പഠിപ്പിച്ചോളാം, അവൻ സ്കൂളിലും വിട്ട് പഠിപ്പിച്ചോളാന്ന്. അങ്ങനെ അച്ഛൻ്റെ കൂടെ വേറെ കുറെ കുട്ടികളുണ്ടായിരുന്ന ഇവനെ അങ്ങനെ കൂടെ നിർത്തി അച്ഛൻ പഠിപ്പിച്ചു. ഇവൻ 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്ത് ഇവൻ ഇഷ്ടമില്ലാത്ത എന്തോ അച്ഛൻ അവനോട് ആവശ്യപ്പെട്ടു. ഇവൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് ഇവൻ അച്ഛനോട് പറയാതെ അച്ഛൻ്റെ അടുത്ത് ഇറങ്ങിപ്പോയി. എന്നിട്ട് നാട്ടിലെല്ലാം ചെന്ന് അച്ഛന്മാരെ പറ്റി പറയാൻ കൊള്ളാത്ത വൃത്തികളെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ച്. ഇവൻ്റെ മാതാപിതാക്കൾ പോലും അച്ഛന് എതിരായി. പലരും അച്ഛനെ ഫോൺ വിളിച്ചൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങി. അച്ഛനാകെ സങ്കടം. സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ചവനെ വളർത്തിക്കൊണ്ട് വന്നതാ. അച്ഛൻ രാത്രി കിടന്നിട്ട് സഹിക്കാൻ പറ്റില്ല, ഉറക്കം വരുന്നില്ല. അച്ഛനൊരു പേനായും പേപ്പറും എടുത്തിട്ട് ആ പേപ്പറിൽ അച്ഛൻ കുറിച്ചു വെച്ച് ഇങ്ങനെയാ കുറിച്ചു വെച്ചത്: ത്യാഗങ്ങൾ സഹിച്ചു ഞാൻ വളർത്തിയവർ ആഴത്തിൽ മുറിവേൽപ്പിച്ച് അകന്നിടുമ്പോൾ, ത്യാഗങ്ങൾ സഹിച്ചു ഞാൻ വളർത്തിയവർ ആഴത്തിൽ മുറിവേൽപ്പിച്ച് അകന്നിടുമ്പോൾ, കുരിശിൽ പിടയും നേരവും അങ്ങേ അരുളും വചസുരുവിടുവാൻ ക്ഷമാശീലനാമൻ യേശുവേ, ശാന്തശീലനാമൻ യേശുവേ, കഠിനമാം എൻ ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ. ഇതുപോലൊരു ഹൃദയം സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രിയപ്പെട്ടവരെ. കാരുണ്യം കാണിക്കേണ്ട സമയം ഇപ്പോഴാണ്. ശരിക്കും ദൈവം സമം സ്നേഹം എങ്കിൽ ദൈവാനുഭവം സമം സ്നേഹാനുഭവം. ദൈവം സമം സ്നേഹമാണെങ്കിൽ ദൈവാനുഭവം സമം സ്നേഹാനുഭവം. ഓർമ്മയിൽ സൂക്ഷിക്കുക പ്രിയപ്പെട്ടവരെ. പരസ്പരം സ്നേഹിക്കുന്ന കുടുംബം ശരിക്കും സ്വർഗത്തിൻ്റെ കൊച്ചു പതിപ്പായി തീരും. ആശ്രമമായാലും മഠമായാലും അത് സ്വർഗത്തിൻ്റെ കൊച്ചു പതിപ്പായിട്ട് തീരും. കാരുണ്യം കാണിക്കേണ്ടത് ഇപ്പോഴാണ്. കാണിച്ചില്ല എങ്കിൽ ഇന്നലകളെ ഓർത്ത് നാളെ ദുഃഖിക്കേണ്ടതായിട്ട് വരും. നിങ്ങളെപ്പോലെ ഒരു അങ്കിളിനോട് വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം: അച്ഛാ, എൻ്റെ ഭാര്യ എന്ത് ചെയ്താലും ഞാൻ അവളെ കുറ്റപ്പെടുത്തുമായിരുന്നു. അവളെ ചായ ഇട്ടിരുന്നത് ശരിയല്ല, അവള് ചായ ഇട്ടുന്നത് ശരിയല്ല, അവളെൻ്റെ വസ്ത്രം അലക്കി തരുന്നത് ശരിയല്ല, അത് തേക്കുന്നത് ശരിയല്ല, മുറ്റടിക്കുന്നത് ശരിയല്ല, ചുമ്മാ എപ്പോഴും ശാലുണ്ടിയും വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല, പിള്ളേരെ വളർത്തുന്നത് ശരിയല്ല, എപ്പോഴും ഞാൻ അവളെ കുറ്റപ്പെടുത്താറ് ഉണ്ടായിരുന്നു. അച്ഛാ, 2 ആഴ്ച മുമ്പ് ഡെങ്കിപ്പനി കൂടി അവൾ മരിച്ചു പോയച്ചാ. ഇപ്പൊ ചായ അനന്തല്ലേ ഞാൻ അവളെ കുറ്റപ്പെടുത്തുക? എവിടുന്നാ അച്ഛാ ചായ കിട്ടുക? എന്റെ തുണിയൊന്ന് അലക്കി തന്നിട്ടല്ലേ ഞാൻ കുറ്റം പറയുക? ആരാ എന്റെ തുണി അലക്കുക? ആരാ മുറ്റടിക്കുക? ആരാ കുട്ടികളെ ശ്രദ്ധിക്കുക? ജീവിച്ചിരുന്നപ്പോൾ ഞാൻ ഇത്തിരിയൂടെയൊക്കെ അവളുടെ കരുണ കാണിച്ചെങ്കിൽ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം കുറെ കൂടിയൊക്കെ മെച്ചപ്പെട്ടതാകുമായിരുന്നോ എന്ന. നാളെ ഒരു പക്ഷേ അവസരം ലഭിച്ചെന്ന് വരില്ല. ഇന്ന് ആ സമയം ക്ഷമിക്കാൻ, അനുരഞ്ജനപ്പെടാൻ, മാനസാന്തരപ്പെടാൻ, കരുണ കാണിക്കാനുള്ള അവസരം ഇന്നാണ്. സ്നേഹം തന്നെയായ ദിവികാരനാഥനെ ഞാൻ എഴുന്നള്ളിച്ചുകൊണ്ട് വയ്ക്കാം. അവരിൽ നിന്ന് നമുക്ക് സ്നേഹശക്തി നമുക്ക് എല്ലാവർക്കും സംഭരിക്കാം. അത് ബന്ധങ്ങളിലൂടെ നമുക്ക് പ്രകടിപ്പിച്ച് എല്ലാ ജീവിതാനുഭവങ്ങളെയും ദൈവാനുഭവത്തിൻ്റെ വേദിയാക്കി മാറ്റാം. മുട്ടുകുത്തിന്നുകൊണ്ട് ദിവികാരനാഥനെ നമുക്ക് നമ്മുടെ മതത്തിലേക്ക് സ്വീകരിച്ച് പ്രാർത്ഥിച്ച് അപ്പായുടെ കാരുണ്യം നമുക്ക് അനുഭവിക്കാം. അപ്പ എത്രയോ സ്നേഹമുള്ളവനാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് രുചിച്ചറിയാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന നിയോഗം മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് മക്കളെ സ്വാതന്ത്ര്യത്തോടെ ശാഠ്യം പിടിച്ച് നമുക്ക് സ്വന്തമാക്കാം. ചോദിക്കൽ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. യാചന പ്രാർത്ഥനയാണ്. തരിക എന്നുള്ളത് അപ്പാടെ അധികാരത്തിൽപ്പെട്ടതാണ്. ചോദിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശത്തിൽപ്പെട്ടതാണ്. പുറപ്പാടിന്റെ പുസ്തകം 23-25 വായിക്കുന്ന ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ പക്ഷിയും ഭാര്യ ഞാൻ ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ രോഗങ്ങൾ നിർമ്മാണം ചെയ്യും. മർക്കോസിന്റെ സുവിശേഷം 12:30 വായിക്കുന്നു: നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ സ്നേഹിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമുക്ക് സ്നേഹിച്ച് ആരാധിക്കാം.
റോമ 12:1 വായിക്കുന്നു, ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം അനുസരിച്ച് ഞാൻ അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരം വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ശരീരവും മനസ്സും ആത്മാവും വിശുദ്ധിയിൽ നിറഞ്ഞുകൊണ്ട് ദാഹത്തോടെ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം, ആരാധിക്കാം. കൊച്ചുകുട്ടിക്ക് പോലും ഇഷ്ടപ്പെടുന്ന അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രീതിക ദൈവമേ, ഓശാന, ഹല്ലേലൂയ, ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവനാരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവനാരാധന. ഓശാന, ഹല്ലേലൂയ, ഓശാന, ഹല്ലേലൂയ. കരങ്ങൾ വീശി Hosanna, hallelujah. Hosanna, hallelujah. കരങ്ങൾ കൂപ്പി Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. എല്ലാ സ്തുതിക്ക് യോഗ്യനായ കർത്താവന. Hosanna, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുക.
യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്റെ കടങ്ങളും പാപങ്ങളും പുറത്തെന്നെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നെ ശിക്ഷയ്ക്ക് വിധിക്കാതെ എന്നെ രക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദുഷ്ടരുടെ മേൽ നീതിമാന്മാരുടെ മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അരൂപിയാൽ നിറച്ചെന്നെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്റെ നിരാശ എടുത്തു മാറ്റി എന്റെ പ്രത്യാശ നിറയ്ക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിന്റെ അകൃത്യങ്ങൾ മൂലം ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരില്ല എന്ന വചനത്തിലൂടെ അവിടെ നിന്ന് പറയുന്നു. പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ ഒരു തടസ്സം ഇതാണ്, നീ നമ്മൾ നിൽക്കുന്നിടം പരിശുദ്ധമാണ്, പാദരക്ഷകൾ അഴിച്ചു മാറ്റുക. മോശയോട് കൽപ്പിച്ചതുപോലെ അവിടെ നമ്മളോട് പറയുന്നു. പരിശുദ്ധമായ ആലയത്തിൽ നിൽക്കാൻ ദൈവമേ, അങ്ങയുടെ കാരുണ്യം അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയെ മറന്ന് ഞാൻ ജീവിച്ചിട്ടുണ്ട്, അങ്ങയുടെ കാരുണ്യം ഞാൻ മറന്നു പോയിട്ടുണ്ട്, അങ്ങനോട് കാണിച്ച സ്നേഹം മറന്ന് ഞാൻ ജീവിച്ചിട്ടുണ്ട്. എന്നോട് പൊറുക്കണമേ ദൈവമേ. അങ്ങയെ മറന്ന്, അങ്ങയുടെ ജീവിതത്തിൽ ചെയ്ത വലിയ കാര്യങ്ങളും മറന്ന്, എന്റെ വിളി മറന്ന്, എന്റെ ദൗത്യം മറന്ന് ഞാൻ ജീവിച്ചിട്ടുണ്ട്. എന്റെ ഓട് തമ്പുരാനെ എന്നോട് പൊറുക്കണമേ. അറിഞ്ഞും അറിയാതെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് ക്ഷമയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. എന്റെ അകൃത്യങ്ങൾ മൂലമാണ് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്. എന്റെ പാവം എന്നെ വേട്ടയാണ്. എന്റെ അകൃത്യങ്ങൾ തന്നെ എന്നെ നാശത്തിലേക്ക് നയിക്കും. പാവം അതിൽ തന്നെ ശിക്ഷയാണ്. വെളിച്ചത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിക്കുന്നതാണ് ശിക്ഷാവധി എന്ന് അങ്ങ് പഠിപ്പിച്ചല്ലോ. അന്ധകാര ശക്തികളോട്, പാവത്തോടും പാവമാർഗങ്ങളോട് ഞാൻ വിട പറയാൻ ആഗ്രഹിക്കുന്നു. അനുതാപമേറിയ ഹൃദയവുമായി നമുക്ക് അപേക്ഷിക്കാം.
ദൈവമേ നീ ക്ഷമിക്ക നെഞ്ചലത്തോടു നാഥ ക്രൂരമായി നോക്കിയിടല്ലേ എന്നെന്നും ഞങ്ങളെ നീ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട ദൈവമേ നെഞ്ചനത്തോടു നാഥാ സ്നേഹമായി നോക്കിയിടണേ എന്തെന്നും ഞങ്ങളെ നീ. നമ്മുടെ കാരണം ആരുടെങ്കിലൊക്കെ മുഖം വാടിയിട്ടുണ്ട്, കണ്ണ് നിറഞ്ഞു വിട്ടുണ്ട് എങ്കിൽ, ആരുടെങ്കിലൊക്കെ ജീവൻ നഷ്ടമായിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ജയിലൊക്കെ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ, ആരുടെങ്കിലൊക്കെ സൽപ്പേരുടെ കളങ്കം ചാർത്തിട്ടുണ്ടെങ്കിൽ, ആരുടെങ്കിലും കുടുംബജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും പാപം ചേരടയായിട്ടുണ്ടെങ്കിൽ, ആരുടെങ്കിലൊക്കെ വിശ്വാസം നഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ചെരുവിൽ ഒരുവരോട് ചെയ്തപ്പോൾ ദൈവം ഞാൻ അങ്ങയോട് തന്നെയാണല്ലോ ചെയ്തത്, ഈ ചെരുവിൽ ഒരുവരോട് ചെയ്തപ്പോൾ ഞാൻ അങ്ങയോട് തന്നെയാണല്ലോ ചെയ്തത്. വിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിടണേ. ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങയെ മറന്ന് ജീവിച്ചതിനെ ഓർത്തുകൊണ്ട്, അങ്ങേക്ക് പകരം വെച്ച് പല വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠിച്ചതിനെ ഓർത്തുകൊണ്ട്, അങ്ങ് ചെയ്ത കാര്യങ്ങൾക്ക് നന്ദിയില്ലാതെ ജീവിച്ചതിനെ ഓർത്തുകൊണ്ട്, ദൈവമേ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുകയാണ്. പാപിയായി എന്നോടും ലോകം മുഴുവനോടും അങ്ങ് കരുണ തോന്നണമേ. ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരെ ഓർക്കുന്നു. ആ പീഡിപ്പിക്കുന്നവരുടെ പേര് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. IS പോലുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അവർക്ക് തിരിച്ചറിവുകളും മാനസാന്തരത്തിന്റെ അനുഭവം അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയാവേണമേ. ഹൃദയത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ പ്രേരണകളെ ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ, അവഗണിച്ചിട്ടുണ്ട് എങ്കിൽ, ആത്മാവ് തരുന്ന പ്രേരണകൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ, ദൈവമേ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുക. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ മനസ്സുകൊണ്ടും നാവുകൊണ്ടും കണ്ണുകൊണ്ടും ശരീരം കൊണ്ടും കരങ്ങൾ കൊണ്ടും ചെയ്ത എല്ലാ തെറ്റുകളെയും ഓർത്ത് അനുദപിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീരാൻ ആഗ്രഹിച്ച് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഞാനിനി നിന്റെ പാപങ്ങൾ ഓർമ്മിക്കുക പോലും ചെയ്യില്ല. ആഴിയുടെ ആഴങ്ങളിലേക്ക് ഞാൻ അവ വലിച്ചെറിയുന്നു. നീ ഒരു പുതിയ സൃഷ്ടിയാ, പഴയതെല്ലാം കടന്നു പോയിരിക്കുന്നു. നമ്മുടെ പാപം ക്ഷമിക്കാമെന്ന് ക്ഷമിച്ച കർത്താവിനെ, പാപം പൊറുക്കാമെന്ന് മാത്രമല്ല പാപം മറക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവത്തിന് നമുക്ക് ഒന്ന് ഉയർന്നിരിക്കും കൂടി നന്ദി പറയാം. സ്തോത്രം യേശുവേ, സ്തോത്രം. കാണിച്ച കർത്താവിന്റെ സ്തോത്രം. രക്തത്തിൽ കഴുകിയ വിശുദ്ധീകരിച്ച കർത്താവിന്റെ സ്തോത്രം.
സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ ഇരിക്കാം, ഇരിക്കണമെങ്കിൽ ഇരിക്കാം. മുട്ടുകുതിര നിങ്ങളുടെ സൗകര്യാർത്ഥമായിക്കൊള്ളു. ഒരു തടസ്സം കൂടി അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കൊരു ദൈവാനുഭവം കിട്ടാത്തതിൻ്റെ ഒരു കാരണം, ദൈവത്തെ കാണാൻ പറ്റാത്തതിൻ്റെ കാരണം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം, നീ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും നിനക്ക് വിരോധമുണ്ടെങ്കിൽ രമ്യതപ്പെട്ടിട്ട് വന്ന് പ്രാർത്ഥിക്കുക, ബലിയർപ്പിക്കുക. മാർക്കോസ് 11:25. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആരോടെങ്കിലും നമ്മുടെ മനസ്സിൽ പാകയുണ്ടോ? ആരുടെയെങ്കിലും മുഖം കാണുന്ന ഇഷ്ടമില്ലാത്തതുണ്ടോ? അവർക്ക് എന്തെങ്കിലും ദുരന്തം വന്നാൽ നമ്മൾ സന്തോഷിക്കാറുണ്ടോ? സ്നേഹബലിയിൽ നിന്ന് ആരെങ്കിലും അകറ്റി നിർത്തിയിട്ടുണ്ടോ? നമ്മളെ കണ്ണുനീര് കുടിപ്പിച്ചത്, നമുക്കെതിരെ കള്ള കേസ് കൊടുത്തവര്, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയവര്, വിവാഹം മുടക്കിയവര്, വഞ്ചിച്ചവര്, ചതിച്ചവര്, പോലീസ് സ്റ്റേഷനിലും ജയിലിലും കോടതിയിലും ഒക്കെ കയറ്റിയവര്, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയവര്, സാമ്പത്തികമായിട്ട് തകർത്തവര്, പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചവര്, കണ്ണുനീര് കുടിപ്പിച്ചവര്, ഉറക്കം കെടുത്തിക്കളഞ്ഞവര്. ക്ഷമിക്കാൻ എളുപ്പമല്ല, പൊറുക്കാൻ എളുപ്പമല്ല. മനസ്സിൽ കണ്ണുകൾ അടച്ചു പിടിക്കുക. മനസ്സിൽ ദേഷ്യമാണ്, ദേഷ്യം തന്നെ നിറയട്ടെ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആരോടാ? ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ആരോടാ? ഇപ്പോഴും ആ വ്യക്തി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓർക്കാൻ ഇഷ്ടമില്ലാത്താണെങ്കിലും ഒന്ന് ഓർക്കുക, ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. തമ്പുരാൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കാൻ വേണ്ടിയാ. ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം പാക്കാം. ദേഷ്യമാണ്, ദേഷ്യം തന്നെ മനസ്സ് നിറയട്ടെ. ക്ഷമിക്കണ്ട, ദേഷ്യം തന്നെ മനസ്സ് നിറയട്ടെ. പല്ലുവേണ കടിച്ചു പിടിച്ചുകൊള്ള, കൈ ചുരുട്ടി പിടിച്ചുകൊള്ള ദേഷ്യമാണ്, ദേഷ്യം തന്നെ മനസ്സ് നിറയട്ടെ. നിറയാവുന്നത്രയും ദേഷ്യം മനസ്സ് നിറയട്ടെ. ക്ഷമിക്കാൻ പറ്റില്ല, പൊറുക്കാൻ പറ്റില്ല, മറക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ദേഷ്യമാണ്, ദേഷ്യം തന്നെ മനസ്സ് നിറയട്ടെ. നിറയാവുന്നത്രയും നിറയട്ടെ. ഇതുപോലെ മനസ്സിൽ പക തോന്നുമ്പോൾ, വെറുപ്പ് തോന്നുമ്പോൾ, പ്രതികാര ചിന്തകൾ തോന്നുമ്പോൾ, എന്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ആരാ എന്നെ സഹായിക്കുക? ആരാ എന്നെ സഹായിക്കുക? ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളിൽ ആത്മീയ ശക്തിയാ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയായി നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ, യേശുവേ, നീ മാത്രമേ സഹായം. രണ്ട് കരങ്ങൾ ദീപികയാണ്, നാല് പക്കലേക്ക് നീട്ടി. യേശുവേ, യേശുവേ, നീ മാത്രമേ സഹായം. എല്ലാവരും ചേർന്ന യേശുവേ, യേശുവേ, നീ മാത്രമേ സഹായം. നീ മാത്രമേ സഹായം. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഈശോ, മോളെ മോനെ നിന്റെ അടുത്തേക്ക് വരുന്നു. ഉദ്ധിത നിന്റെ അടുത്തേക്ക് വരുന്നു. കാണുക, വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുക. കാണുന്നത് പോലെ തന്നെ സംഭവിക്കുന്നു. ഈശോ ഇതാ നമ്മുടെ അടുത്തേക്ക് വരുന്നു. അവന്റെ വലതുകരം ഇതാ നമ്മുടെ ശിരസിൽ വയ്ക്കുന്നു. ഈശോ തന്റെ വലതുകരം കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്നു. അവന്റെ കൈകളിൽ മുറിവിന്റെ പാടുണ്ടായിരുന്നു. ആ മുറിപ്പാടിൽ തിരക്തം ഒഴുകുന്നു, തിരക്തം ഒഴുകുന്നു. തിരക്തം എന്നാൽ അവന്റെ ജീവനാണ്. അവന്റെ തിരക്തം ഇതാ അവന്റെ വലതുകയിൽ ഒഴുകി നിന്റെ ശിരസിലേക്ക്, തലച്ചോറിലേക്ക് ഒഴുകി നിന്റെ ആലോചന, നിന്റെ ചിന്തകളിലേക്ക്
ചിന്തകളിലേക്ക്, നിന്റെ ഓർമ്മയിലേക്ക് ഈശോയുടെ രക്തം ഒഴുകിയെത്തുന്ന വെറുപ്പ് നിറഞ്ഞ നിന്റെ മനസ്സിലേക്ക്, നിന്റെ തൊണ്ടയിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക് ഈശോയുടെ രക്തം ഒഴുകിയെത്തുന്ന പ്രതികാര ചിന്തകൾ നിറഞ്ഞ നിന്റെ ഹൃദയത്തിലേക്ക് ഈശോയുടെ രക്തം ഇതാ ഒഴുകിയെത്തുന്ന ഉദരത്തിലേക്ക്, പാദങ്ങളിലേക്ക് ഈശോയുടെ രക്തം ഒഴുകിയെത്തുന്ന ഇടതുകരം കൊണ്ടിതാ ഈശോ നമ്മുടെ ശത്രുവായിട്ട് കരുതിയ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. കാണുക, ഈശോയുടെ ഇടതുകരം കൊണ്ട് നമ്മളെ ദ്രോഹിച്ച വ്യക്തിയെ ഈശോ അനുഗ്രഹിക്കുന്നു. അത് ഈശോയുടെ സ്വഭാവമാണ്. ഇതാ നമ്മളെ രണ്ടുപേരെയും കൂടെ മുഖത്തോട് മുഖം നോക്കി ഈശോ നിർത്തുന്നു. നല്ല മനസ്സുണ്ടെങ്കിലും, ക്രിസ്തുവിന്റെ മനസ്സുണ്ടെങ്കിലും ഒരു കാര്യം ചെയ്യുക, നിർബന്ധമില്ല. ഈശോ കുരിശിൽ കിടന്ന് ചെയ്തതുപോലെ ഇന്ന് വരെ നമ്മൾ ശത്രുവാണ്ട് കരുതിയ വ്യക്തിയെ നല്ല മനസ്സുണ്ടെങ്കിൽ രണ്ട് കൈകളും അനുഗ്രഹിക്കുന്ന രൂപത്തിൽ പിടിച്ചുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അറിയിച്ചാണെങ്കിലും അറിയാതെയാണെങ്കിലും അങ്ങവരോട് പൊറുക്കണമേ. എന്നെ ദ്രോഹിച്ചവരെ അനുഗ്രഹിക്കണമേ, എന്നെ കണ്ണീര് കുടിപ്പിച്ചവരെ അനുഗ്രഹിക്കണമേ, എന്നെ വെറുത്തവരെ അനുഗ്രഹിക്കണമേ, എന്നെ പീഡിപ്പിച്ചവരെ അനുഗ്രഹിക്കണമേ, എന്നെ വേണ്ടാത്ത രീതി വിമർശിച്ചവരെ അനുഗ്രഹിക്കണമേ, എന്നെ ഇഷ്ടമില്ലാത്തവരെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. ഞാൻ വെറുത്തവരെ, എന്നെ വെറുത്തവരെ അനുഗ്രഹിക്കണമേ. മുറിവുകൾ തിരുമുറിവുകളാക്കി മാറ്റപ്പെടുന്നു. വെറുപ്പിന്റെ കോട്ടകൾ തകർക്കപ്പെടുന്നു. വിദ്വേഷത്തിന്റെ വേരുകൾ പിടിതെറിയപ്പെടുന്നു. വെറുപ്പ് മൂലമുണ്ടായ രോഗങ്ങൾ വിട്ടുപോകുന്നു. മനസ്സിന്റെ വലിയ ഭാരങ്ങൾ നീങ്ങിപ്പോകുന്നു. പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നു. ബന്ധനങ്ങളും കെട്ടുകൾ അഴിഞ്ഞു പോകുന്നു. വിട്ടുവീഴ്ചത്തിന്റെ വേരുകൾ പിഴുതെറിയപ്പെടുന്നു. മുറിവുകൾ തിരുമുറിവുകളാക്കി മാറ്റപ്പെടുന്നു. ലാസറിന്റെ കല്ലറയിൽ നിന്ന് കല്ലെടുത്ത് മാറ്റുന്നത് കാണിച്ചു തരുന്നു. വർഷങ്ങളായിട്ട് മനസ്സിൽ കിടന്നിരുന്ന വെറുപ്പിന്റെ കല്ലുകൾ നീക്കപ്പെട്ടിരിക്കുന്നു. ലാസൃത പുറത്തോട്ട് വരുന്നു. ജീവന്റെ ഉത്സവത്തിലേക്ക് ഈശോ നമ്മളെ കൈപിടിച്ച് നടത്തുന്നു. ഹല്ലേലൂയ. കെട്ടുകൾ അഴിക്കപ്പെടുന്നു. ഹല്ലേലൂയ. തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. നിർജീവ അവസ്ഥയിൽ നിന്ന് ജീവന്റെ ഉത്സവത്തിലേക്ക് കടന്നു വരുന്നു. മനസ്സിന്റെ ഭാരം നീങ്ങിപ്പോകുന്നു. പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നു. ബന്ധനങ്ങളുടെ കെട്ടുകൾ അഴിഞ്ഞു പോകുന്നു. തിരുമുഖ ദർശനം ലഭിക്കുന്നു. വിശുദ്ധി ലഭിക്കുന്നു. അശുദ്ധി നീങ്ങുന്നു. തിരുമുഖ ദർശനം ലഭിക്കുന്നു. ഈശോ എത്രയോ നല്ലവനാണെന്ന് നീ രുചിച്ചറിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അലർജികൾ വിട്ടുപോകുന്നു. നെഞ്ചിന്റെ ഭാരം നീങ്ങിപ്പോകുന്നു. ഉറക്കത്തിന്റെ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നു. മാനസിക വിഭ്രാന്തി നീങ്ങിപ്പോകുന്നു. വിഷാദ രോഗങ്ങൾ നീങ്ങിപ്പോകുന്നു. ദുഃഖം മാറുന്നു. ഭാരം നീങ്ങുന്നു. മക്കളുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഹല്ലേലൂയ. 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 മക്കളുടെ അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നു. രണ്ട് വലിയ തടസ്സങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഏതു മേഖലയിലാണോ കാരുണ്യവായനായ ഈശോയുടെ ഇടപെടൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, ആ മേഖലകളിലേക്ക് എല്ലാം നമ്മൾ ഈശോയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പോവുകയാണ്. നാം വിശ്വസിക്കുന്നത് പോലെ തുടർന്നുള്ള ദിവസങ്ങൾ നമ്മളെ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ലൂക്കാ 5 നമ്മൾ വായിക്കുന്നു.
കരയോടെടുത്ത് 2 വള്ളങ്ങൾ കിടക്കുന്നത് യേശു കണ്ടു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും ലഭിക്കാതിരുന്ന ശിഷ്യന്മാരുടേതായിരുന്നവ യേശു ശൂന്യമായ വള്ളങ്ങൾ കണ്ടു. ഒരുപാട് അധ്വാനിച്ചിട്ടെങ്ങും എത്താൻ പറ്റാത്തവർ, കച്ചവടം നടത്തിയിട്ടൊന്നും സ്വന്തമാക്കാൻ പറ്റാത്തവര്, ജോലി അന്വേഷിച്ചിട്ട് ലഭിക്കാത്തവര്, ഒരുപാട് പഠിച്ച് ഇന്റർവ്യൂ നടത്തിയിട്ടും വിജയിക്കാൻ സാധിക്കാത്തവര്, ഒത്തിരി ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് നിരാശയിൽ കഴിയുന്നവര്, വലതുവശത്ത് വലിയിറക്കാൻ പറഞ്ഞുകൊണ്ട് വിജയത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത ഈശോയെ പരാജയത്തിന്റെ ദുഃഖം അനുഭവിക്കുന്നവര്, കൃഷി ഇറക്കിയിട്ട് ഒന്നും നേടാൻ പറ്റാത്തവര്, സാമ്പത്തിക പ്രതിസന്ധിയുടെ കടന്നുപോയി ഈ കരുണയുടെ വർഷത്തില് കാരുണ്യത്തിന് വേണ്ടി ത്യാഗം ശ്രമിച്ച് ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളെ വിജയത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ വാവാ യേശുനാഥ. വിളി കേൾക്കുന്ന യേശു നമ്മുടെ അടുത്തേക്ക് വരുന്നത് കാണുക. അവിടുന്ന് നമ്മുടെ കാതിൽ മന്ത്രിക്കുന്നത് ശ്രദ്ധിക്കുക. പരാജയത്തിന്റെ വിജയത്തിലേക്കുള്ള വഴി അവിടുന്ന് ഇതാ വചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഈശോ നമ്മളോട് പറയുന്നത് ചെയ്യുക, അവൻ പറയുന്നത് കേൾക്കുക. യോഹന്നാൻ 14:1 ഈശോ സംസാരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. 1 പത്രോസ് 5:6 കർത്താവ് സംസാരിക്കുന്നു, നിങ്ങളുടെ ഉൾക്കടകളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഭാരം ഏൽപ്പിക്കുവാൻ അവിടുന്ന് എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലൂടെ പറയുന്നു, സ്തോത്രങ്ങളുടെ നിങ്ങളുടെ യാചനകളെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ നിന്റെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന സമാധാനമൊപ്പം നിങ്ങളുടെ ഹൃദയങ്ങളിൽ കൂട്ടിക്കൊള്ളും. അധ്വാനിക്കുവൻ, അധ്വാനിക്കുവൻ, അന്വേഷിക്കുവൻ, മുട്ടുവൻ, വാതിലുകൾ തുറക്കപ്പെടും. സക്കേവുസിന് പണമുണ്ടായിരുന്നു, വലിയ വീടുണ്ടായിരുന്നു, പക്ഷെ ആ വീട്ടിൽ ചിരിയും കളിയും തമാശുമൊന്നുമില്ലായിരുന്നു, രക്ഷയുടെ അനുഭവമില്ലായിരുന്നു. ഈ തൊടുപുഴയില് ഈ മേഴ്സിസ്റ്റൈലിൽ വന്നിരിക്കുന്ന സമ്പത്തുള്ളവരുണ്ട്, വലിയ വീടും ബിസിനസ്സും ഉള്ളവരുണ്ട്, പക്ഷെ അവരുടെ വീട്ടിൽ ചിരിയില്ല, ഒന്നിച്ച് ഭക്ഷിക്കാറില്ല, ഒരുമിച്ച് കിടന്ന് ഉറങ്ങാറില്ല, കളിയും തമാശും പ്രണയവും സ്നേഹവും ഒന്നും ആ വീട്ടിലില്ല. രക്ഷ ഇല്ല, രക്ഷയില്ലാത്ത ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സഖ്യബസിന്റെ ഭവനത്തിൽ അങ്ങ് വന്നപ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടായില്ലേ? ആ കുടുംബത്തിന് രക്ഷ ലഭിച്ചില്ലേ? അതുപോലെ രക്ഷാ പ്രദാനം ചെയ്യാൻ വേണ്ടി ഈ സ്റ്റൈലിൽ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക് ശാന്തിയായി, സമാധാനമായി, രക്ഷയായി വാവാ യേശുനാഥ. ഈശോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. സക്കേവസിന്റെയും ലാസറിന്റെയും മർത്തയുടെയൊക്കെ വീട്ടിൽ ചെന്നതുപോലെ ഈശോ ഇതാ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു. നമുക്ക് എന്ത് ചെയ്യാനാ തോന്നുന്നത്? കർത്താവേ, ഞാനൊരു പാപിയ, നിന്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ ഒത്തിരി പേരുടെ വഞ്ചിച്ചെടുത്തിട്ടുണ്ട്, ാണ് തിരിച്ചു കൊടുത്തുള്ള എന്റെ പോക്ക് ശരിയല്ലായിരുന്നു, ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് തിരുത്തിക്കൊള്ളാം.
ഈശോ പുള്ളിക്കുന്ന കാരുണ്യം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന, മഠത്തിലേക്ക്, ആശ്രമത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, അവൻ വരുമ്പോൾ എന്ത് ചെയ്യാനാ തോന്നുന്നത്? അവൻ തരുന്ന പ്രേരണ. 3 വട്ടം തള്ളി പറഞ്ഞ പത്രോസ് ഈശോയ്ക്കിട്ട് നോക്കി. ഈശോ തിരിച്ചു നോക്കി. ആ നോട്ടത്തിലൂടെ പത്രോസിന് സഹിക്കാൻ പറ്റില്ല. ഈശോ ആ നോട്ടത്തിലൂടെ പറയുക, പത്രോസേ, ഇപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. ആ മുഖം പൊത്തിപ്പൊരുന്ന് പൊട്ടിക്കരഞ്ഞു എന്ന വചനം രേഖപ്പെടുത്തുന്ന ഈശോ എന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. അവനാണ് എന്റെ നാഥൻ, അവനാണ് എന്റെ രക്ഷകൻ. ഇനി അവൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. അവൻ ഇപ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് ചെയ്യുക, എങ്കിൽ രക്ഷ നമ്മുടെ കുടുംബത്തിന് ലഭിക്കും. ശ്രദ്ധിക്കുക, അവൻ നമ്മളോട് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഈശോ നമ്മുടെ നാഥനായി, രക്ഷകനായി അവൻ പറയുന്നത് കേൾക്കുക. വചനത്തിലൂടെ അവൻ സംസാരിക്കുന്നു. യേശയ്യാ 59:1 കർത്താവ് സംസാരിക്കുന്നു. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. 116 സങ്കീർത്തനം 12 കർത്താവ് സംസാരിക്കുന്നു. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പ്രതിഫലം നൽകും? സങ്കീർത്തനം 5 കർത്താവ് സംസാരിക്കുന്നു. എൻ്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, കർത്താവിന് വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. ഈശോയെ, അങ്ങയുടെ അടുത്ത് വന്ന കുട്ടികളെല്ലാം അങ്ങ് തൊട്ടനുഗ്രഹിച്ചില്ലേ? അങ്ങ് തന്നെ കൊച്ചു പ്രായത്തിൽ, ജ്ഞാനത്തിൽ പ്രായത്തിൽ ദൈവമനുഷ്യപ്രീതിയിൽ അങ്ങ് വളർന്നു വന്നില്ലേ? ഈ ശൈലിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികള്, യുവതി യുവാക്കളും മുട്ടുകുത്തി നീക്കുക. കുട്ടികളെ യുവതി യുവാക്കളും മുട്ടുകുത്തി നീക്കുക. നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ കുടുംബത്തിനും നമ്മുടെ കുട്ടികളെ ഓർക്കുന്ന, നമ്മുടെ ഓരോ വീട്ടിലുള്ള കുട്ടികള്, ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കള് എല്ലാവരെയും ഓർക്കുന്ന മാതാപിതാക്കള് ദൈവീയത എഴുന്നേറ്റ് നീക്കുക. മാതാപിതാക്കള് സന്യസ്തരമൊക്കെ എഴുന്നേറ്റ് നീക്കുക. നമുക്ക് അവിടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ത്യാഗം സഹിച്ച് ആരാധനയിൽ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യുവതി യുവാക്കളും കുട്ടികളും മുട്ടുകുത്തി അവർക്ക് വേണ്ടി ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. അവിടെ നമ്മുടെ ഭവനത്തിലുള്ള മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവര് ജ്ഞാനത്തിൽ വളർന്നു വരുന്നതിന് വേണ്ടി, പരീക്ഷയിൽ വിജയിക്കുന്നതിന് വേണ്ടി, അവർക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി, തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി, അവരുടെ തലക്കദോഷങ്ങൾ വിട്ടുപോകുന്നതിന് വേണ്ടി, അവർക്ക് ബുദ്ധിക്ക് പ്രകാശം ലഭിക്കാൻ വേണ്ടി, അവരുടെ രോഗമണികൾ മാറിപ്പോകുന്നതിന് വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ കുട്ടികളും അനുഗ്രഹിക്കപ്പെടട്ടെ. ജ്ഞാനം ലഭിക്കട്ടെ, വിജയം ലഭിക്കട്ടെ, മാനസാന്തരം ലഭിക്കട്ടെ, വിവേകം ലഭിക്കട്ടെ, തലക്കദോഷങ്ങൾ വിട്ടുപോകട്ടെ, അനുസരണശീലം ലഭിക്കട്ടെ. ഓരോ കുട്ടിയെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അവരുടെ സുഹൃത്തായി, ഗുരുവായി അന്ധകാരം നിറഞ്ഞ ഇടങ്ങളിലേക്ക് അങ്ങ് ലോകത്തിന്റെ പ്രകാശമായിട്ട് കടന്നു വന്നല്ലോ. എല്ലാവരും എഴുന്നേറ്റ് നീക്കുക. എല്ലാവരും യുവതി യുവാക്കളും കുട്ടികളും എഴുന്നേറ്റ് നീക്കുക. നമ്മുടെ ഏതെങ്കിലും കുടുംബത്തിൽ അന്ധകാര ശക്തികളുടെ സ്വാധീനമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, അതിന്റെ പൈശാചിക ശക്തികളുടെ സ്വാധീനത്തിലോ ബന്ധനത്തിലോ ആണ് എങ്കിൽ അവ മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നമ്മുടെ നാഥനും രക്ഷകനുമായിട്ട് നമുക്ക് സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, അവന്റെ സാന്നിധ്യത്തിലൂടെ സാത്താന്റെ തല തകർക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അവന്റെ പ്രകാശം എന്ന് പറയുമ്പോൾ എല്ലാവിധ അന്ധകാര ശക്തികളും ഈ സമൂഹത്തെ വിട്ടുപോകിപ്പിക്കാനും കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവനെ വിളിച്ച് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനായ യേശുവേ, പുത്രനായ ഈശോയെ, അങ്ങേ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങേ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. അങ്ങയെ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. അങ്ങയെ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. യേശുവേ, 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 അങ്ങയെ അങ്ങയെ എന്റെ നാഥനായി, എന്റെ നാഥനായി, രക്ഷകനായി രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ സ്വീകരിക്കുന്നു. പാപത്തെയും പാപത്തെയും പാപമാർഗങ്ങളെയും പാപമാർഗ്ഗങ്ങളെയും വെറുത്തുപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കുന്നു. എന്നോട് ദ്രോഹം ചെയ്തവരെ എന്നോട് ദ്രോഹം ചെയ്തവരെ സ്നേഹിക്കുവാൻ സ്നേഹിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. ഞാൻ തീരുമാനിക്കുന്നു. യേശുവേ, 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 കാൽവരിക്കുന്നിലെ ആൽവരിക്കുന്നിലെ കുരിശിൽ ചിന്തിയ കുരിശിൽ ചിന്തിയ തിരുരക്തത്തിന്റെ തിരുരക്തത്തിന്റെ യോഗ്യതയാലെ യോഗ്യതയാലെ എല്ലാവിധ എല്ലാവിധ തടസ്സങ്ങളും തടസ്സങ്ങളും ബന്ധനങ്ങളും ബന്ധനങ്ങളും അങ്ങ് നീക്കണമേ. നീക്കണമേ. യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ യേശുനാമത്തിൽ അന്ധകാര ശക്തികൾ അന്ധകാര ശക്തികൾ എന്നെ വിട്ടുപോകട്ടെ. എന്നെ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ യേശുനാമത്തിൽ നിരാശാപങ്ങൾ ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ. നീങ്ങിപ്പോകട്ടെ. യേശുനാമത്തിൽ യേശുനാമത്തിൽ മാറാരോഗങ്ങൾ മാറിപ്പോകട്ടെ. മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. യേശുവേ, അങ്ങയുടെ രാജ്യം ഭൂമിയിൽ സമാഗതമായതിന്റെ ആദ്യ അടയാളം രോഗശാന്തിയായിരുന്നല്ലോ. പത്രോസിന്റെ അമ്മായിയമ്മയെ ആ വീട്ടിൽ കയറി ചെന്ന് അങ്ങ് തൊട്ട് സുഖപ്പെടുത്തിയില്ലേ? കുഷ്ഠരോഗി അങ്ങ് സുഖപ്പെടുത്തിയില്ലേ? തളർവാദ രോഗി അങ്ങ് സുഖപ്പെടുത്തിയില്ലേ? കൂരുള്ള സ്ത്രീ അങ്ങ് സുഖപ്പെടുത്തിയില്ലേ? ന്യായമിലെ വിധിയുടെ മകനെ അങ്ങ് ഉയർപ്പിച്ചില്ലേ? ആരോഗ്യത്തിന്റെ മേലെ ജീവന്റെ മേലെ ആധിപത്യമുള്ള കർത്താവെ, അങ്ങ് ഞങ്ങൾ പ്രത്യാശ വയ്ക്കുകയാണ്. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന രോഗികളായിട്ടുള്ള മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രോഗശാന്തി ആഗ്രഹിക്കുന്നവര് മുട്ടുകുതിയുക, രോഗശാന്തി ആഗ്രഹിക്കുന്നവര് മുട്ടുകുമേൽ നിൽക്കുക. അവർക്ക് വേണ്ടി നമുക്ക് ഈ സമൂഹം മുഴുവനും പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇവിടെ നിൽക്കുന്ന അഭിഷിക്തന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ രോഗികളെ തൊട്ട് സുഖപ്പെടുന്നതിന് അങ്ങ് കടന്നു വരണമേ. ഔഷധത്തെക്കാളും ലേപനത്തെക്കാളും കരുത്തുള്ള വചനമയച്ച ഈ രോഗികളെ അങ്ങ് സുഖപ്പെടുത്തണമേ. അങ്ങയെ തൊട്ടവരാ, അങ്ങ് തൊട്ടവരാ സൗഖ്യം പ്രാപിച്ചതുപോലെ എന്നെ വന്ന അങ്ങ് സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ. യേശുനാമത്തിൽ രോഗാണുക്കൾ നിർജീവമാവട്ടെ. യേശുനാമത്തിൽ വേദനകൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ ശിരസ്സ് സംബന്ധമായ രോഗങ്ങള് മാറിപ്പോകട്ടെ. പുറപ്പാട് 15:26 കർത്താവ് സംസാരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. ലൂക്കാ 5:17 രോഗികളെ സുഖപ്പെടുത്താൻ തക്കവണ്ണം കർത്താവിന്റെ ശക്തി അവന്റെ മേലുണ്ടായിരുന്നു. നിയമാവർത്തനം 7:15 കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. ശിരസ്സ് സംബന്ധമായ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. കണ്ണിന്റെ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. കാഴ്ചക്കുറവ് മാറിപ്പോകട്ടെ. ബ്രെയിൻ ട്യൂമർ നീങ്ങിപ്പോകട്ടെ. സൈനസൈസിന്റെ അസുഖം നീങ്ങിപ്പോകട്ടെ. അലർജികൾ നീങ്ങിപ്പോകട്ടെ. നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. കോൺസേഴ്സ് രോഗം മാറിപ്പോകട്ടെ. കാതുകൾ തുറക്കപ്പെടട്ടെ. വേദന നീങ്ങിപ്പോകട്ടെ. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. വാൽവിന്റെ അസുഖങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഭാഷ്യ
സംബന്ധമായ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. നട്ടെല്ലിന്റെ വേദന നീങ്ങിപ്പോകട്ടെ. നട്ടെല്ലിന്റെ ഡിസ്ക് വരുന്ന രോഗം മാറിപ്പോകട്ടെ. സന്ധിബന്ധങ്ങളുടെ വേദന നീങ്ങിപ്പോകട്ടെ. നട്ടുവേദന നീങ്ങട്ടെ. മുട്ടുവേദന നീങ്ങട്ടെ. രോഗങ്ങൾ നീങ്ങട്ടെ. അൾസറിന്റെ രോഗം നീങ്ങിപ്പോകട്ടെ. ശിരസ് മുതൽ പാദം വരെ ശരീരഭാഗങ്ങൾ എല്ലാ രോഗങ്ങളും നീങ്ങട്ടെ. നിങ്ങളുടെ രണ്ട് കരങ്ങൾ നിങ്ങളുടെ തന്നെ ശിരസിൽ വയ്ക്കുക. സ്വന്തം ശിരസിൽ വയ്ക്കുക. അരൂപിയായ ദൈവത്തിന് നമ്മുടേതുള്ള കരങ്ങളിൽ നമ്മുടെ തന്നെ കൈകളിലൂടെ അവിടെ നമ്മളെ സ്പർശിക്കട്ടെ. നിശബ്ദമായിട്ട് അനുഭവിക്കുക. അവൻ്റെ ശക്തി ശിരസിൽ നിറയുന്നു. തലച്ചോറ് നിറയുന്നു. കണ്ണുകളിൽ നിറയുന്നു. അധരങ്ങളിൽ നിറയുന്നു. കാതുകളിൽ നിറയുന്നു. ഈശോയുടെ ശക്തി നിറയുന്നു. വിശ്വസിക്കുന്ന പോലെ തന്നെ സംഭവിക്കുന്നു. ലഭിച്ചു കഴിഞ്ഞുവെന്ന് ഓർത്തുകൊണ്ട് തമ്പുരാന് നന്ദി പറയുക. അത്തരം സംബന്ധം അത്തരങ്ങളിലേക്ക് അവന്റെ ശക്തി പുറപ്പെടുന്നു. തൊണ്ടയിലേക്ക്, ശ്വാസകോശത്തിലേക്ക്, ശരീരത്തിന്റെ പരിശുദ്ധ അവയവങ്ങളിലേക്ക്, കാലുകളിലേക്ക്, കൈയുടെ ഓരത്തിലേക്ക്, കൈമുട്ടുകളിലേക്ക്, കൈയുടെ വിരലുകളിലേക്ക് ഈശോയുടെ ശക്തി കടന്നു വരുന്നു. വേദനകൾ വിട്ടുപോകുന്നു. തലവേദനയ്ക്ക് പെട്ടെന്ന് മാറിപ്പോകുന്നു. വിശ്വസിക്കുന്ന പോലെ തന്നെ സംഭവിക്കുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. അരികിൽ വരണി സദയം തുടരണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണി സദയം തുടരണേ സുഖമായിടും എൻ്റെ ഉള്ളം. നിശബ്ദതയിൽ അനുഭവിക്കുക. കർത്താവ് നൽകിയ സൗഖ്യം അനുഭവിക്കുക. വലിയ സമാധാനം അവിടെ തരുന്നു. എല്ലാവരും മുട്ടുകുത്തി നിന്നുകൊണ്ട് ദൈവമായിട്ട് നമ്മൾ കണക്റ്റഡായി ഏറ്റവും കൊതിക്കുന്ന നിയോഗം കർത്താവിനോട് ചോദിക്കുക. നായിമിലെ വിധവയുടെ പോലെ ചോദിക്കുക. കാനാൻകാരി സ്ത്രീയെ പോലെ ചോദിക്കുക. ചോദിച്ചത് നൽകുന്നതിനെ ഓർത്തുന്ന മനസ്സിൽ നന്ദി പറയുക. അങ്ങനെ ശിക്ഷിക്കില്ല, അങ്ങനോട് എപ്പോഴും കരുണ കാണിക്കുമെന്ന തിരിച്ചറിവ് നൽകി ഓർത്ത് നന്ദി പറയുന്നു. എന്റെ ഇന്ന് വരെ ചെയ്ത എല്ലാ പാവരോട് ക്ഷമിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു പുതിയ ഹൃദയം എനിക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്റെ ഉള്ളിലെ വെറുപ്പെല്ലാം എടുത്തു മാറ്റി ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളും പോവുക, മക്കള് പോകുമ്പോഴും അപ്പനെ ആശീർവദിച്ചു വിടാറില്ലേ? ഈ അപ്പത്തിലൂടെ ഞങ്ങളെ ആശീർവദിക്കണം. ത്യാഗം സഹിച്ച് ബലിയിലും വചന ശുശ്രൂഷയിലും ആരാധനയിലും പങ്കെടുത്ത ദിവ്യകാരുണ്യനാഥന്റെ പക്കൽ വന്ന് കാരുണ്യം ചോദിച്ച ഞങ്ങളെല്ലാവരെയും അങ്ങ് ആശീർവദിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും നിർമ്മലരായി
ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധയോടെ ഞങ്ങൾ ആസ്വദിക്കണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തെ ആസ്വദിക്കണമേ. ഞങ്ങളുടെ മക്കളെ ആസ്വദിക്കണമേ. യുവതിയുവാക്കളെ ആസ്വദിക്കണമേ. ഭാര്യഭർത്താക്കന്മാരെ ആസ്വദിക്കണമേ. ഭാര്യമാരെ ആസ്വദിക്കണമേ. ഞങ്ങളുടെ വരുമാന മാർഗ്ഗ ജോലി ആസ്വദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് പരീക്ഷ ആസ്വദിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ആസ്വദിക്കണമേ. നാളെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ആസ്വദിക്കണമേ. വരുമാന മാർഗ്ഗങ്ങളെ ആസ്വദിക്കണമേ. കൃഷിയിടങ്ങളെ ആസ്വദിക്കണമേ. വളർത്തുകളെ ആസ്വദിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ദൈവങ്ങളുടെ കൺവെൻഷൻ്റെ ആദ്യ ദിനത്തിന് വചനം പങ്കുവച്ച ബഹുമാനപ്പെട്ട തോമസ് അച്ഛന് അവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഏറെക്കാലം CC ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഇപ്പോൾ മൂവാറ്റുപുഴയിലുള്ള ലൊറേറ്റോ ആശ്രമത്തിലെ വൈദിക പരിശീലനത്തിലുള്ള കുട്ടികളുടെ നോവിസ് മാസ്റ്ററായിട്ട് അദ്ദേഹം ശുശ്രൂഷ നിർവഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ ശുശ്രൂഷ മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നൽകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിൻ്റെ ആശീർവാദം 12 വിമോചന പ്രാപ്തിക്കായിട്ട് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്കായിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നതും അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവകന്യയുടെ മാതാവായ മറിയമേ, ദൈവകന്യയുടെ അപ്പോസ്തലനായ വിശുദ്ധ ഫൗസ്റ്റീനായെ, ദൈവകന്യയുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ പോൾ പാപ്പായെ, കുടുംബങ്ങളുടെ കാവൽക്കാരൻ തിരുസഭയുടെ സംരക്ഷകനുമായ പ്രിയപ്പെട്ട യോസേപ്പിതാവേ, ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസേ, മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ പേരുകാരായ വിശുദ്ധരെ, സകല വിശുദ്ധാത്മാക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരസ്പരം സ്തുതിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.